UK പ്രൈം മിനിസ്റ്റർ ഋഷി സുനാക്ക് ഇനീഷ്യേറ്റ് ചെയ്തൊരു ഗവൺമെൻറ് ഇനീഷ്യേറ്റീവാണ്. അവരുടെ വെബ്സൈറ്റ് നമ്മുടെ എലോൺ മസ്കും കമല ഹാരിസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നമ്മുടെ ഓഫീസിൽ സ്പേസ് മതിയാകാതെ വന്നു. നമ്മൾ ഇപ്പം കൊച്ചി ഇൻഫോ പാർക്കിൽ ഓഫീസ് എടുത്തു. അവിടെയും കൈൻഡ് ഓഫ് ഇതൊന്ന സമയത്ത് ഇവിടെ കാലിക്കറ്റിൽ നമ്മൾ ട്രെൻഡായിട്ട് അത് വരുന്നുണ്ടായിരുന്നു, ഫണ്ടിങ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അത് ഇപ്പം ഇന്ത്യയിൽ തന്നെയാണെങ്കിലും വെസ്റ്റേൺ കൺട്രീസിലാണെങ്കിലും സ്റ്റാർട്ടപ്സ് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പണ്ട് ഗൂഗിളിൻ്റെ ക്യാമ്പസ് എന്നൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നല്ലോ. Tech founders needs to own luxury sports cars. Hi, welcome to KPH podcast. നമ്മൾ കേരളത്തിലുള്ള പ്രൊഡക്റ്റ് വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടപ്പ് ഓൺടർപ്രണേഴ്സ് ആൻഡ് ടീം മെമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോഡ്കാസ്റ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് അൻവർ ആണ്. അൻവർ റൺസ് എ കമ്പനി കോൾഡ് മോസില്ലർ. അവരുടെ പ്രൊഡക്റ്റുകൾ പവേഴ്സ് മോർ ദാൻ 1.5 million സ്റ്റോർസ് വെബ്സൈറ്റ്സ് ഇൻ ദ വേൾഡ്. ആൻഡ് ഇത് മൊത്തം ടോട്ടലി ഫണ്ടിങ് ഇല്ലാണ്ട് ഉള്ള കമ്പനിയാണ്. ദേ മേക്ക് several $1 million per year and all from Calicut. Welcome Anwar to the show. Thank you. Yes. Anwar, first time ആണ് പോഡ്കാസ്റ്റിലേക്ക് വരുന്നത്. ഗുഡ് ടു ഹാവ് യു ഹിയർ. ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണ്. അൻവർ ഇതുപോലെ എവിടെയും ഫേസ് കാണിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം ഈസ് ഷോയിങ് ദ ഫേസ്. സോ എവിടെ നിന്നായിരുന്നു ലൈക്ക് യുവർ സ്റ്റാർട്ടിങ്, ലൈക്ക് യുവർ ഏർലി ചൈൽഡ്ഹുഡ് ആൻഡ് ഫസ്റ്റ് ഡോളർ ആൻഡ് എവറിഥിങ്, ആ ഒരു ജേർണി? ഫസ്റ്റ് ഡോളർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. എനിക്കുന്നത് 2014 ഒക്കെ ആയിരിക്കും. സോ അത് കുറച്ചും കൂടെ ഒരു നമ്മളുടെ നാട്ടിലെ ഉത്സവപ്പറമ്പില് കടല വിറ്റിട്ടും മിഠായി വിറ്റിട്ടൊക്കെയാണ് ഫസ്റ്റ് ഡോളർ ഉണ്ടായിട്ടുള്ളത്. അത് ഭയങ്കര ഏർലി സ്റ്റേജിലാണ്. എനിക്കുന്നത് 4th സ്റ്റാൻഡേർഡിലോ 5th സ്റ്റാൻഡേർഡ് ആ ഒരു ടൈമിലൊക്കെയാണ്. നമ്മൾ വെക്കേഷനിൽ പിന്നെ വീടിന്റെ മുമ്പുള്ള റോഡിലൊക്കെ ഷോപ്പ് സെറ്റപ്പ് ചെയ്തിട്ട് വിൽക്കുന്നു. വീട് അരീക്കോടല്ലേ? അരീക്കോടാണ്. ഫുട്ബോളിലാണ്. ഇങ്ങനെ ഒരു ബിസിനസ് സംബന്ധമായ സംബന്ധത്തിലേക്ക് എങ്ങനെയാണ് എത്തി? അരീക്കോട് ഭയങ്കര ഫുട്ബോൾ ആ ഒരു ഇതിനകത്ത് ഭയങ്കര ഫേമസ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് കുറച്ചും കൂടെ ഒരു എഡ്യൂക്കേഷനലി ഫോർവേഡ് എന്നുള്ള രീതിയിലുള്ളൊരു സ്ഥലമാണ്. പിന്നെ അവിടെ തന്നെ മോസ്റ്റ്ലി നമ്മുടെ ഫാമിലി ആണെങ്കിലും അറൗണ്ട് അരീക്കോടൊക്കെ ഗവൺമെൻറ് എംപ്ലോയീസ് ആണ് കൂടുതലും അവരുടെ ഒരു ഫോക്കസ്, നമ്മുടെ ഒരു ഫോക്കസ് ആയിട്ട് ഉള്ളത്. അപ്പോൾ എൻ്റെ പാരൻസും ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരുന്നു. മദർ ടീച്ചറും അതെ ഫാദർ ഒരു പഞ്ചായത്ത് ഓഫീസിലൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഏർലി സ്റ്റേജിൽ ഇങ്ങനെയുള്ള എല്ലാവരും ചെയ്യുന്ന ചില കാര്യങ്ങളല്ലാണ്ട് ഒരു ബിസിനസ് എന്നുള്ളതൊന്നും നമ്മളുടെ ഫാമിലിയിലൊന്നുമില്ല. ഒക്കെ എല്ലാവരും ഈ ഒരു ഫോക്കസ് ആണുള്ളത്. ഈവൻ കോളേജ് കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു ജോബ് എന്നുള്ളതാണ് നമ്മുടെ വീട്ടിൽ നിന്നുള്ള പുഷ്. പിന്നെ നമ്മൾ ഇത് കോളേജിലൊക്കെ എത്തി കുറേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുമ്പോഴാണ് നമുക്കൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ വരുന്നത്. അത് 2000-ന്റെ ഒക്കെ മുമ്പ്. ഞാൻ 2000-ലാണ് കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആവുന്നത്. 2000 ഞാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, CET. അപ്പോൾ അവിടെ ഞാൻ പഠിക്കുന്ന സമയത്ത് ലാസ്റ്റിലോട്ടൊക്കെയാണ് ഇന്റർനെറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഇയറിലോ അതിൻ്റെ മുമ്പത്തെ ഇയറിലോ ആണ് ഞാൻ പോയിട്ട് ഒരു കഫേയിൽ പോയിട്ട് ഇമെയിൽ ID ഒക്കെ സെറ്റപ്പ് ചെയ്യുന്നത്. നമുക്ക് അത് ക്യാമ്പസ് ഇന്റർവ്യൂ വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഒന്ന് പോയിട്ട് ഇന്റർനെറ്റ് വരുന്നത്. ഈവൻ കോളേജിന്റെ അടുത്തും കൂടെ ഇല്ല. മോസ്റ്റ്ലി ഇൻഫോസിസ്, TCS, വിപ്രോ ഇങ്ങനെയുള്ള കമ്പനീസാണ് ഏറ്റവും കൂടുതൽ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വേറെ എനിക്ക് തോന്നുന്നത് IBM അങ്ങനെ കുറച്ച് കമ്പനീസ് വളരെ കുറഞ്ഞ നമ്പേഴ്സ് റിക്രൂട്ട് ചെയ്യും. അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ഒബിയസ്ലി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലേസ്മെന്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ സ്കൂളിലൊക്കെ നമ്മൾ ക്ലാസ്സിൽ ടോപ്പ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കോളേജിലെത്തിയപ്പോൾ ഒരു ഫ്രീഡം കിട്ടിയതിൻ്റെ ആണോ എന്നറിയില്ല. പക്ഷെ കുറച്ച് എനിക്ക് പ്രോഗ്രാമിംഗ് ഒബിയസ്ലി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതൊഴിച്ച് ബാക്കിയുള്ള സബ്ജക്ട്സിലൊന്നും അത്ര ഫോക്കസ് വന്നിട്ടില്ല. അതിപ്പോൾ ഞാൻ എൻ്റെ പ്രീ ഡിഗ്രിയിലാണെങ്കിലും ഞാൻ നമുക്കന്ന് 2 സ്ട്രീം ഉണ്ടല്ലോ, എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ. ഞാൻ രണ്ടും ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പൈൻഡ് ആയിട്ട്. അതേപോലെ തന്നെ കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ആ കോഴ്സ് എടുത്ത് കുറച്ച് കഴിയുമ്പോഴാണ് അറിയാം നമ്മുടെ ഏരിയ ഇതല്ല എന്നുള്ളത്. അപ്പോൾ മെക്കാനിക്കൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ചെയ്തു. അപ്പോൾ നമ്മൾ ഫോക്കസ് മാറിയാൽ IT പ്രോഗ്രാമിംഗ് ആയി. അപ്പോൾ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഫോക്കസ് അവിടെ തന്നെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കോളേജ് കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു?
കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ ജോബ് നോക്കിയിട്ട് ബാംഗ്ലൂരിലോട്ട് പോയി. ആ ഒരു സമയത്ത് അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു കമ്പനി സെറ്റപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹം വന്നപ്പോൾ ഒരു കമ്പനിക്ക് പേരൊക്കെ ഇട്ട് ബ്രെയിൻ വേവ് ടെക്നോളജീസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് ആ ഒരു കാർഡൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു, ബിസിനസ് കാർഡൊക്കെ അടിച്ചിട്ട് ട്രൈ ചെയ്തിട്ട് ഐ മീൻ ജസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ പ്രോജക്ട്സ് അങ്ങനെ ഒന്നും ആയിട്ടില്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ആയിട്ട് ചേർന്ന് നമ്മൾ പ്രൊജക്ടറിലുള്ള രീതിയിലൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ഒരു സീനിയറുമായിട്ട് മെൻറ്ററിങ് എന്നുള്ള രീതിയിൽ സംസാരിച്ച് ആളുടെ നിന്ന് അഡ്വൈസൊക്കെ എടുക്കാൻ പോയി. ആ സമയത്ത് ആള് ഓക്കെ എന്നെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഒരു സമയത്ത് അവരെന്നോട് ചോദിച്ചു, അവരൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എന്നോട് ചോദിച്ചു പാർട്ണറായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഞാൻ യെസ് പറഞ്ഞു, ജോയിൻ ചെയ്തു. അതാണ് ഓഫ് ടെക്നോളജീസ് എന്നുള്ള കമ്പനിയായിരുന്നു. അപ്പോൾ പിന്നെ ഒരു കുറെ കാലം ഓഫ് ആയിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വെബ്സൈറ്റ് ഡിസൈൻ ആയിരുന്നു, പിന്നീട് വെബ് ഡെവലപ്മെന്റ്, കുറച്ച് കഴിയുമ്പോൾ ഷെയർ പോയിന്റ് ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു, മൈക്രോസോഫ്റ്റ് ഷെയർ പോയിന്റ് ഡെവലപ്മെന്റ്, അതുപോലെ ബിസിനസ് പ്രോസസ് മാനേജ്മെന്റ്, ഓട്ടോമേഷൻ, മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ്, അങ്ങനെ UX അതിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ കുറെ ഏരിയാസ് കവർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ വേർഡ്പ്രസ് പ്ലഗിൻസിനാണ് എത്തിയത്. CYD അതെ, അത് വന്നിട്ടുള്ളൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട് ഒരു അവിടെ ഒരു 7 years വർക്ക് ചെയ്തു. 7 അല്ല, ആക്ച്വലി അവിടെ ഞാൻ അറൗണ്ട് 12-13 years ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാനൊരു ഫസ്റ്റ് 7 years കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒരു പ്രൊഡക്റ്റ് കമ്പനിയിൽ ഒരു 1 year വർക്ക് ചെയ്തിട്ടുണ്ട്. മറ്റേത് ഞാൻ ഇവിടെ പാർട്ട്ണർ ആൻഡ് ഡയറക്ടർ ആയിരുന്നു. ആ ഫസ്റ്റ് 7 കഴിഞ്ഞ് ഈ ബ്രേക്ക് എടുത്ത് പിന്നെ കുറച്ച് കാലം കൂടെ ഒരു 3-4 years ആണ് ഇത് ചെയ്തിട്ട് പിന്നെ എനിക്കിങ്ങനെ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അങ്ങനെയാണ് ഞാൻ ഒരു ബ്രേക്ക് എടുത്തു, ഓഫ് പറഞ്ഞു ഞാൻ പ്രൊഡക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ ഈ CYD ടെക് ലാബിൻ്റെ അടുത്തോട്ട് വരുന്നത്. ആ ഒരു ബ്രേക്ക് എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പല പ്രൊഡക്ട്സും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു പാർട്ടായിരുന്നു CYD ടെക് ലാബ് എന്നുള്ള. അവിടെയാണ് നമ്മൾ പ്ലഗിൻസ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഞാൻ ആ ബ്രേക്ക് എടുത്ത ഒരു ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആളുടെ ഫ്രണ്ടും കൂടെ ഒക്കെ നമ്മൾ കോഫൗണ്ടേഴ്സ് ആയിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ വന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും വർക്കിംഗ് ആണ്. ഞാൻ ആ സമയത്ത് ഞാൻ ഇലാൻസിൽ പോയിട്ട് കുറച്ച് ഇലാൻസ് ആണ് ഇപ്പോഴത്തെ അപ്പ് വർക്ക്. അപ്പോൾ അവിടെ പോയിട്ട് ഫസ്റ്റ് ഒരു സർവീസ് പ്രൊജക്ട് എന്നുള്ളത് WooCommerce സ്പേസിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സർവീസ് എടുത്തിട്ട് പ്രൊഡക്റ്റിലോട്ട് എൻ്റർ ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു നമുക്ക്. WooCommerce എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. അത് പണ്ട് നമുക്ക് വേർഡ്പ്രസ് ആണല്ലോ ഏറ്റവും കൂടുതൽ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വേർഡ്പ്രസ് സൈറ്റിനെ ഇ-കൊമേഴ്സ് സൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് WooCommerce. ഓപ്പൺ സോഴ്സ് ആണ്, ഫ്രീ ആണ്. അപ്പോൾ അത് സെറ്റപ്പ് ചെയ്യാൻ പറ്റും നമുക്ക്. അതിലുള്ള പ്ലഗിൻസ് സ്റ്റോർസ് ഉപയോഗിക്കുന്ന പ്ലഗിൻസ് ആണ് അതെ നമ്മൾ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ സർവീസ്, അതായത് WooCommerceന്റെ കുറച്ച് കസ്റ്റമൈസേഷൻ എന്നൊക്കെയുള്ള രീതിയിലാണ്, എന്നിട്ട് പ്ലഗിൻസിന്റെ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ അവിടെ നിന്നാണ് സർവീസ് ടു പ്രൊഡക്റ്റ് എന്ന സംഭവം ഷിഫ്റ്റ് വരുന്നത്. യെസ്. അപ്പോൾ അതിലേക്കുള്ള കീ ലേണിംഗ്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ സർവീസിൽ ലിമിറ്റഡ് എന്താ സംഭവം, സംതിങ് യു നോട്ടീസ്ഡ് ദെൻ വിച്ച് മേഡ് യു ടു കൺവേർട്ട് ദാറ്റ് സർവീസ് ഇൻടു പ്രൊഡക്റ്റ്? അപ്പോൾ അതെന്തായിരിക്കും? അത് ഞാനൊരു സർവീസ് ആണല്ലോ, ഓഫ് ടെക്നോളജീസ് എന്ന് പറയുന്നത് സർവീസിലായിരുന്നു. അപ്പോൾ സർവീസിൽ ഇരുന്നിട്ട് ഞാൻ പ്രൊഡക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു ബ്രേക്ക് എടുത്തത്. അപ്പോൾ എനിക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ സൈറ്റിൽ ഈ നാസ്കോം പ്രൊഡക്റ്റ് കോൺക്ലേവ് അതിനകത്തൊക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ കുറച്ച് ഇൻസ്പിറേഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്ലസ് ചാർട്ട്സ് എന്നിട്ടുള്ളൊരു ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി, ഫ്യൂഷൻ ചാർട്ട്സ് ഒക്കെ പോലെയുള്ള, ഈവൻ ഫ്യൂഷൻ ചാർട്ട്സ് ഒക്കെ പ്രൊഡക്റ്റ് കോൺക്ലേവിൽ അവരുടെ സ്റ്റോറി ഒക്കെ പറയുമ്പോഴൊക്കെ അതും ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് അത് ആ ഒരു കോൺസെപ്റ്റ് സൈഡിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കൊരു ഞാൻ പറഞ്ഞത് സർവീസിനകത്ത് എന്നുള്ള മാറിയിട്ട് എനിക്ക് പ്രൊഡക്റ്റ് ചെയ്യുന്ന ആഗ്രഹം എനിക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ഇൻസ്പിറേഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പ്ലസ് ചാർട്ട്സിൻ്റെ മുകളിൽ കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പ്രൊഡക്റ്റ് ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ പ്രോഡക്റ്റിനകത്തോട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് മാത്രമേ എൻ്റെ മുമ്പിൽ ക്വസ്റ്റ്യൻ ഉള്ളൂ. അപ്പോൾ പ്ലസ് ചാർട്ട്സ് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്, പിന്നെ CYD ടെക് ലാബ് എന്നുള്ളത് നമ്മൾ പ്ലഗിൻസ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഏതാണ് എന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ടില്ല ആ ഫസ്റ്റ് പോയിന്റിൽ. പിന്നെയാണ് നമ്മൾ ആ റവന്യൂ ഒക്കെ ഇപ്പുറത്ത് വന്ന് തുടങ്ങിയപ്പോൾ പ്ലസ് ചാർട്ട്സിൽ അപ്പോൾ റവന്യൂ വന്നിട്ടില്ല, അതിൻ്റെ ഏർലി സ്റ്റേജിലാണ്. അപ്പോൾ
ഈ സൈഡിൽ CYD ടെക് ലാബിൽ നമുക്ക് റവന്യൂ, കാരണം സർവീസിൽ സ്റ്റാർട്ട് ചെയ്തു അതിനെ പ്രൊഡക്റ്റ് ആക്കി അങ്ങനെ നമ്മളതൊരു മാർക്കറ്റ് പ്ലേസിൽ ലോഞ്ച് ചെയ്തു, കുറച്ച് പ്ലഗിൻസ് അതിനകത്ത് സെയിൽ വന്നു, പിന്നെ നമ്മൾ ഓൺ സൈറ്റിൽ വന്നു. അങ്ങനെ വന്നപ്പോൾ പിന്നെ ആ റൂട്ട് അങ്ങനെ ഫോളോ ചെയ്ത് പോയി. പ്ലസ് ചാർട്ട്സ് കൈൻഡ് ഓഫ് കുറച്ചു കാലം നമ്മൾ ഒരു ടീമിനൊക്കെ വെച്ചിട്ട് ഇപ്പുറത്ത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് CYD ലാബ്സ് കഴിഞ്ഞിട്ടാണ് യു സ്റ്റാർട്ടഡ് ദ Mozilla. അപ്പോൾ അത് കഴിഞ്ഞിട്ട് Mozillaയിൽ വെബ്ടോഫി എന്ന പ്രൊഡക്റ്റ് വന്നു. അപ്പൊ അതിൽ എന്തൊക്കെ പ്ലഗിൻസും ഉണ്ട്, എത്ര സൈറ്റ്സിന് സെർവ് ചെയ്യുന്നത് അറ്റ് ദി മൊമെന്റ്? ഓക്കെ, നമ്മൾ ഈ CYD ടെക് ലാബ് എന്നാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത കുറച്ച് പ്ലഗിൻസ് തന്നെയാണ് വെബ്ടോഫിൽ വന്നത്. നമ്മൾ ആ കമ്പനീനെ കൈൻഡ് ഓഫ് സ്പ്ലിറ്റ് ചെയ്തിട്ട് 3 പേരും 3 ഡിഫറെൻറ്റ് കമ്പനീസ് തുടങ്ങി നമ്മളെ ഫൗണ്ടേഴ്സ്. ആ സമയത്താണ് വെബ്ടോഫിയിൽ അതിലുള്ള കുറച്ച് WooCommerce ഇമ്പോർട്ട് എക്സ്പോർട്ട് റിലേറ്റഡും പേയ്മെൻറ്റ് ഒക്കെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ റിലേറ്റഡ് കുറച്ച് പ്ലഗിൻസ് നമ്മൾ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മുടേതായ കുറച്ച് പുതിയ പ്ലഗിൻസും ഡെവലപ്പ് ചെയ്തു. അങ്ങനെ കുറച്ച് കാലം നല്ല ഗ്രോത്ത് എങ്ങനെ ഉണ്ടായി, ടീമിനെ ബിൽഡ് ചെയ്തു. അപ്പോൾ ഞാനത് ബിൽഡ് ചെയ്യുന്നത് കാലിക്കറ്റാണ്. ഇവിടെ അത് ബിൽഡ് ചെയ്ത് അതിൻ്റെ പാരലായിട്ട് നമ്മൾ പ്ലസ് ചാർട്ട്സിൽ ചെറിയ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. പിന്നെ ഒരു ബൂട്ട് സ്ട്രാപ്പ് ഡാഷ് എന്ന് പറഞ്ഞിട്ടൊരു അഡ്മിൻ ഡാഷ്ബോർഡ് ടീം, അങ്ങനത്തെ ഒരു ചെറിയൊരു ഇനിഷ്യേറ്റീവ് ചെയ്തു. അതൊക്കെ പിന്നീട് നമ്മൾ പതുക്കെ എക്സിറ്റ് ആയിട്ട് ഫോക്കസ് വെബ്ടോഫിലോട്ട് തന്നെ വന്നു. അതിന് ഇടയ്ക്ക് വെച്ചിട്ട് യു ഡിസ്കവേർഡ് ഈ GDPR കംപ്ലൈൻസ് ആ ഒരു ടൂളിനെ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈ ചെയ്തിട്ടാണ് യു ഇവോൾവ് ഇറ്റ് ഇൻടു കുക്കീസ്. ആ ഒരു സ്റ്റോറി ഷെയർ ചെയ്യാൻ പറ്റും. വാട്ട് മോട്ടിവേറ്റഡ് യു ടു ബൈ ഫസ്റ്റ് ഓഫ് ഓൾ ദാൻ ബിൽഡിംഗ് ഇറ്റ് ഓൺ യുവർ ഓൺ? ദെൻ അത് കഴിഞ്ഞിട്ട് എങ്ങനെ റീബ്രാൻഡിങ് ആ ഒരു രീതിയിലേക്ക് ഒരു തോട്ട് പ്രോസസ് എങ്ങനെ പോകും? ഇപ്പോൾ ഞാൻ പ്ലഗിൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നി എന്തുകൊണ്ട് പ്ലഗിൻസ് അക്വയർ ചെയ്തതാണുള്ളത്. അങ്ങനെ ഞാൻ കുറച്ച് ഓതേഴ്സിനെയൊക്കെ കോൺടാക്ട് ചെയ്തു. പ്ലഗിൻ ക്രിയേറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്തു. പല ആൾക്കാരും ഡെവലപ്പേഴ്സായിട്ട് ചിലപ്പോൾ വർക്ക് ചെയ്യുന്നതായിരിക്കും. അവർ പ്ലഗിൻ ഡെവലപ്പ് ചെയ്തിടും, പിന്നെ ചിലപ്പോൾ അതിനെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഇതുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പ്ലഗിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്തു. അങ്ങനെ ഞാൻ ടോട്ടൽ 2 പ്ലഗിൻസാണ് ആ ടൈമിൽ അക്വയർ ചെയ്തത്. അതിനകത്ത് ഒന്നായിരുന്നു ഒരു 200,000 ആക്റ്റീവ് ഇൻസ്റ്റാൾസ് ഉള്ള കുക്കിലോ ഇൻഫോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെറ്റ്. അത് ബേസിക്കലി കുക്കി കൺസെന്റിനുള്ള ഒരു നോട്ടീസ്. കുക്കി എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ ബ്രൗസറിൽ നമ്മൾ എടുക്കുന്ന എന്തെങ്കിലും ഒരു ആക്ഷൻ ആ വെബ്സൈറ്റിലുള്ള ഒരു സെലക്ഷൻ. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു സൈറ്റിൽ വന്നു, എൻ്റെ ലാംഗ്വേജ് എനിക്ക് സ്പാനിഷ് ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ സ്പാനിഷ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എൻ്റെ ബ്രൗസറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ ആ സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ സ്പാനിഷ് വരും. അപ്പോൾ ബ്രൗസറിന് ഓൾറെഡി അറിയാം. അപ്പോൾ ആ സൈറ്റ് ഓണർക്ക് അറിയാം ഓൾറെഡി. അപ്പോൾ അങ്ങനെ കുറച്ച് ബ്രൗസറിൽ ആണ്. ഓക്കെ അങ്ങനെ ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ GDPR എന്നുള്ള ഒരു റെഗുലേഷൻ എഫക്റ്റീവ് ആവുന്നത് മാർച്ച് 2018 അപ്പോൾ അതിനു മുമ്പേ ഈ പ്രൈവസി ഡയറക്റ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതത്ര എൻഫോഴ്സ് ചെയ്യുന്നില്ലായിരുന്നു. ഓക്കെ, അന്ന് മുതലേ കുക്കി ബാനറൊക്കെ ഉണ്ട്. പക്ഷേ ഈ 2018 മെയിൽ ഇത് എഫക്റ്റീവ് ആവുന്ന സമയത്ത് എല്ലാവർക്കും ഈ കുക്കി ബാനർ, അതായത് ബേസിക്കലി ഒരു യൂസർ പിന്നെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ വിസിറ്ററുടെ കൺസെന്റ് ഇല്ലാണ്ട് നമ്മൾ അവരുടെ ഡേറ്റ എടുക്കാൻ പാടില്ല, അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന, പേഴ്സണലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒന്നും എടുക്കാൻ പാടില്ല. അങ്ങനെ കുറച്ച് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കുക്കി ബാനർ മസ്റ്റായി വെബ്സൈറ്റ്സിന്. അപ്പോൾ അത് ഞാൻ റിയലൈസ് ചെയ്തിട്ടില്ലായിരുന്നു ആക്ച്വലി ഈ പ്ലഗിൻ അക്വയർ ചെയ്യുന്നത് വരെ. ഇങ്ങനൊരു ഇതുണ്ട്, പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റി ഞാൻ അങ്ങനെ കണക്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇങ്ങനൊരു പ്ലഗിൻ വന്നു, ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തു. അതെ, എല്ലാവരും ആ ടൈമിൽ പിന്നെ വെബ്സൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊരു മേജർ ലോ എൻഫോഴ്സ് ചെയ്യണമല്ലോ യൂറോപ്പിലും മൊത്തം. അപ്പോൾ ഫൈൻ വരും. അതെ, ഓക്കെ, ആ ഒരു ഹ്യൂജ് ഫൈൻ വരും. അപ്പോൾ ആ ഫൈനിന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനറലി, കാരണം ഇത് എന്ന് പറഞ്ഞാൽ വിസിബിൾ ആയിട്ടുള്ള കാര്യം, ഇന്റേണൽ ഡേറ്റ അതിനേക്കാൾ കൂടുതൽ ഒരു സൈറ്റിൽ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ബാനർ ഇല്ലെങ്കിൽ ദേ ആർ നോട്ട് GDPR കംപ്ലൈന്റ്. മൊത്തം വിഡ്ജറ്റ് ആണ് നിങ്ങൾ
പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊരു സിമ്പിൾ വിഡ്ജറ്റ് ആണെങ്കിൽ അതിന്റെ ബാക്കിൽ കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മളൊരു വെബ്സൈറ്റിന്റെ URL വെച്ചിട്ട് സൈൻ അപ്പ് ചെയ്യും. നമ്മൾ ഹോൾ വെബ്സൈറ്റ് സ്കാൻ ചെയ്തിട്ട് വിൽ ഐഡന്റിഫൈ വാട്ട് കൈൻഡ് ഓഫ് കുക്കീസ് ദേ യൂസ്, വാട്ട് ആർ ദ കുക്കീസ് ദേ യൂസ്. അത് നമ്മൾ വെച്ചിട്ട് ഒരു കുക്കി ഡിക്ലറേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഒരു ഇത് ചെയ്യും. പിന്നെ അവർക്ക് ഈ ആക്സെപ്റ്റ് ചെയ്യുക റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ കൺസെന്റിന്റെ റെക്കോർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് ഈ ബാനർ പല രീതിയിലും കസ്റ്റമൈസ് ചെയ്യാനോ അവരുടെ ബ്രാൻഡിങ് വെച്ചിട്ട് അങ്ങനെ ഈ ഡിഫറെന്റ് ഫോംസിൽ ഇതിനെ കൊണ്ടുവരാനൊക്കെ ലേഔട്ടിൽ കൊണ്ടുവരാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് ബൈ ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു? ഇത് വൺ ടൈം ആയിട്ടായിരുന്നു? പിന്നെ എങ്ങനെയാണ് സാസിനുള്ള ഒരു മോഡലിലേക്ക് കൊണ്ടുവന്നത്? ഇപ്പൊ നമ്മൾ ഇത് വന്ന് നമ്മൾ അതൊരു ഫ്രീ പ്ലഗിൻ ആയിരുന്നു. നമ്മളതിനെ അപ്ഡേറ്റ് ചെയ്തു. അത് കുറച്ച് കാലമായിട്ട് അപ്ഡേറ്റ് ചെയ്യാണ്ട് കിടന്നായിരുന്നു. പിന്നെ നമ്മളൊരു പെയ്ഡ് പ്ലഗിൻ അതിന്റെ മുകളിൽ ബിൽഡ് ചെയ്തു. അത് ഈ ഒരു ലോ എഫക്റ്റീവ് ആവുന്ന ടൈമിൽ അപ്പൊ അതിനകത്ത് നമുക്ക് സെയിൽ തുടങ്ങി. പിന്നെ നമ്മൾ തിങ്ക് ചെയ്തു ഇത് എന്ത് വൈ ഡോണ്ട് വി എക്സ്പാൻഡ് ബിയോണ്ട് വേർഡ് പ്രസ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇത് വന്നപ്പോൾ നമുക്ക് ഒരു സാസ് ആപ്ലിക്കേഷൻ ബാക്കി പ്ലാറ്റ്ഫോം അഗ്നോസ്റ്റിക് ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബേസിക്കലി ഈ ഒരു വേർഡ് പ്രസ് പ്ലഗിൻ ആണെങ്കിൽ വേർഡ് പ്രസ്സിൽ മാത്രമല്ല യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു CMS ആണ്, ഇപ്പോൾ വിക്സ് ആണ്, അല്ലെങ്കിൽ ഷോപ്പിഫൈയിൽ ആവാം, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ കസ്റ്റം മെയ്ഡ് വെബ്സൈറ്റ് ആവാം, വെബ് ആപ്ലിക്കേഷൻ ആവാം. അതിനകത്തൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലിലോട്ട് ഇതിനെ മാറ്റി പിന്നെ നമ്മുടെ ബില്ലിങ്ങും ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ അങ്ങനത്തെ മോഡൽസും എല്ലാം കൊണ്ടുവന്നിട്ട് നമ്മളൊരു സാസ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തു. ഭയങ്കര മിനിമൽ ആയിരുന്നു. കാരണം നമ്മൾ ഇനീഷ്യലി ഇത് വേർഡ് പ്രസ് പ്ലഗിനുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, ഇത് നമുക്കൊരു കോമൺ വെബ്സൈറ്റ് കുക്കിലോ ഇൻഫോ എന്നിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് മാത്രം ഇത് ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പൊ വളരെ കുറഞ്ഞായിരുന്നു. എനിക്ക് എക്സാക്ട് എമൗണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എന്തായാലും പ്ലഗിൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് പോകുന്നുണ്ട്. സാസ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കുക്കിയസ് നമ്മൾ ഈ പ്ലഗിൻ വന്നതിന് ശേഷം വെച്ച ഡൊമൈനാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്ലഗിനുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് സാസ്. അതായത് പ്ലഗിൻ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി സാസ് ആപ്ലിക്കേഷനിലോട്ട് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോഴാണ് നമ്മൾ റവന്യൂ ഒക്കെ ഈ സാസിനകത്ത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങിയത്. ഈവൻ അത് വൺ ടൈം അല്ല, സബ്സ്ക്രിപ്ഷൻ ആണ്. നമ്മൾ അല്ല, ഞാൻ മേടിക്കുന്ന സമയത്ത് അതൊരു ഫ്രീ പ്ലഗിൻ ആണ്. ഓക്കെ, പെയ്ഡ് ഇല്ല. അപ്പൊ നമ്മൾ പെയ്ഡ് വന്ന സമയത്ത് ആനുവൽ ആണ്. പക്ഷെ നമ്മളത് ഓട്ടോമാറ്റിക് റിന്യൂവൽ അല്ലായിരുന്നു. ദേ ഹാവ് ടു കം ആൻഡ് ബൈ ഓർ റിന്യൂ ദ ലൈസൻസ്, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് നമ്മളത് ഓട്ടോ റിന്യൂവൽ ആക്കി. പക്ഷെ അത് സബ്സ്ക്രിപ്ഷൻ ആണ്, ബട്ട് വിത്തൗട്ട് ഓട്ടോ റിന്യൂവൽ, അങ്ങനെ ആയിരുന്നു. പക്ഷെ സാസിൽ വന്നപ്പോൾ പ്യൂർ സാസ് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു, ഒരു വെബ് ആപ്പ് ആയിട്ട് ലോഞ്ച് ചെയ്തു. അത് കഴിഞ്ഞാൽ അതിലേക്ക് എങ്ങനെയാണ് പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ്? ജസ്റ്റ് ട്രൈങ് ടു അൻവറിന്റെ സ്പെഷ്യലൈസേഷൻ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് ആണ്. അപ്പൊ അതിലേക്ക് എങ്ങനെയൊക്കെ ആണ് ട്രാഫിക് ഡ്രൈവ് ചെയ്തത് എന്നുള്ളത്? നമ്മൾ കംപ്ലീറ്റ്ലി മാർക്കറ്റിംഗ് ഡ്രിവൺ ആയിരുന്നു. ഓക്കെ, നമ്മൾക്ക് നമ്മുടെ ഈ പ്ലഗിൻ അത്യാവശ്യം ആക്റ്റീവ് ഇൻസ്റ്റാൾസ് ഉള്ളത് കൊണ്ടും അതിൻ്റെ ഒരു പോപ്പുലാരിറ്റി നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്തു. നമുക്ക് ഓൾറെഡി വെബ്ടോഫി എന്നുള്ള സൈറ്റ് അത്യാവശ്യം പ്ലഗിൻസ് ഒക്കെ വിട്ടിട്ട് നമ്മളൊരു അതിൻ്റെ SEO ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആഡ്സും കുറച്ചൊക്കെ റൺ ചെയ്യും, വളരെ മിനിമലായിട്ട് ആഡ്സ്. അപ്പം അങ്ങനെ അത് ഓൾറെഡി റാങ്ക്ഡ് ആയിരുന്നു. അപ്പൊ അവിടെയാണ് നമ്മൾ ഫസ്റ്റ് ഈ പ്ലഗിനൊക്കെ ലിസ്റ്റ് ചെയ്യുന്നത്. പിന്നീടാണ് കുക്കീസിനകത്തോട്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ് ഡൊമൈനിലോട്ടൊക്കെ മാറ്റുന്നത്. അപ്പൊ ഇനീഷ്യൽ ട്രാഫിക് അവിടെ വന്നു. പിന്നെ കുക്കീസിനെയും നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്തു. അത് SEO ഒക്കെ ഗ്രോത്ത് ഹാക്ക് പോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വിച്ച് കൈൻഡ് ഓഫ് 0 to 1 million സ്റ്റോർസിലേക്ക് എത്താൻ? നമ്മളങ്ങനെ മാർക്കറ്റിംഗിൽ ഇങ്ങനെ ഗ്രോത്ത് ഹാക്ക് ഇല്ല. എനിക്ക് തോന്നുന്നത് ഒരു കൺസിസ്റ്റന്റ് എഫേർട്ട് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. നമുക്ക് SEO ഫോക്കസ് ആയിട്ട് കുറെ എഫേർട്സ് എടുത്തു. നമ്മൾ നല്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു. പവേർഡ് ബൈ കുക്കീസ് പവേർഡ് ബൈ കുക്കീസ് ഒക്കെ നമ്മൾ കുറെ കഴിഞ്ഞിട്ടാണ് ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനീഷ്യലി ഇല്ലായിരുന്നു. പക്ഷെ അത് നമുക്ക് കുറെ റെക്കഗ്നിഷൻ, അതായത് ബ്രാൻഡ് റെക്കഗ്നിഷൻ നന്നായിട്ട് വന്നു. അതിനകത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ കുക്കീസിനുള്ള പ്ലഗിൻ ഇപ്പൊ ഐ തിങ്ക് മോർ ദാൻ
1 million 1.5 million 1.5 million വെബ്സൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഐ തിങ്ക് യു പിന്നെ പലയിടത്തും യു വെന്റ്, ഈവൻ ദ റെസ്റ്റോറന്റ് പലയിടത്തും യു സോ കുക്കിയസ് ആൻഡ് യു ആർ സ്റ്റിൽ ഈറ്റിംഗ് ദം ആൻഡ് ദേ ഡോണ്ട് നോ യു ആർ ദ ഫൗണ്ടർ ഓഫ് ഇറ്റ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? എവിടെയൊക്കെ കുക്കിയസ് കണ്ടു ആൻഡ് ദെൻ യു felt really proud എന്റെ പ്രൊഡക്റ്റ് ആണ് ഇത് ഓടുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു ഇത് മൾട്ടിപ്പിൾ കേസസ് ഉണ്ട്. ഈവൻ നമ്മളുടെ ജനറലി നമ്മളുടേത് സെൽഫ് സെർവ് ആണ്. നമ്മളുടെ ഈവൻ ഇപ്പോൾ വെബ്ടോഫിൽ നമ്മൾ കുറെ പ്ലഗിൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇ കൊമേഴ്സ് ഷോപ്സ് യൂസ് ചെയ്യും. പക്ഷെ ഇത് ഫ്രണ്ട് എൻഡിൽ ആരും അറിയില്ല, ബാക്ക് എൻഡിലാണുള്ളത്. പക്ഷെ കുക്കീസ് വന്നപ്പോൾ ഇത് വെബ്സൈറ്റിനകത്ത് വരുന്നു, പബ്ലിക്ലി അത് കാണാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു സമയത്താണ് നമുക്ക് റെക്കഗ്നീഷൻസ് വന്നു തുടങ്ങിയത്. അപ്പം ഇത് ഞാൻ ആ ഒരു സമയത്ത് യു കെയിലാണുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ലാസ്റ്റ് 5 years ആയിട്ട് യു കെയിലാണുള്ളത്. അപ്പോൾ കുക്കിയസ് ഇപ്പോൾ ഞാൻ എൻ്റെ പല എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ മോൻ്റെ സ്കൂളിൽ എൻ്റെ ഇപ്പോൾ മോളോ സെയിം സ്കൂളിലാണ് പഠിക്കുന്നത്. അവളുടെ കുക്കി ബാനർ കുക്കിയസ് ആണ്. നമ്മൾ വീക്കെൻഡ്സിൽ റെസ്റ്റോറൻറ്റ്സിൽ പോകുന്നുണ്ടായിരുന്നു. ഞാൻ എപ്പോഴോ ബുക്കിങ്ങിന് എന്തോ നോക്കുമ്പോൾ ഒരു ചെയിനാണ്, 2 ചെയിൻസ് ആണ് നമ്മൾ റെഗുലറായിട്ട് പോകുന്നത്. അവിടെ 2 നമ്മുടെ കുക്കി ബാനറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി AI സേഫ്റ്റി സമ്മിറ്റ് യു കെയുടെ പ്രൈം മിനിസ്റ്റർ ഋഷി സുനാക്ക് ഇനീഷ്യേറ്റ് ചെയ്തൊരു ഗവൺമെൻറ് ഇനീഷ്യേറ്റീവാണ്. അവരുടെ വെബ്സൈറ്റ് നമ്മുടെ എലോൺ മസ്കും കമല ഹാരിസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കോൺഫറൻസിന് യു കെയിൽ വെച്ചിട്ട്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ബാനറാണുള്ളത്. ഞാനല്ല കണ്ടത്, വേറെ ആരോ കണ്ടിട്ട് എൻ്റെ കോമൺ ഫ്രണ്ടിന് മെസ്സേജ് അയച്ചു, ഇങ്ങനെ കുക്കീസിൻ്റെ ബാനറാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഐ ഫെൽറ്റ് റിയലി പ്രൗഡ്. ഇതുപോലെ വേറെയും ഒക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഈ കോവിഡ് ടൈമിൽ കേംബ്രിഡ്ജിൻ്റെ ഒരു വേർഡ്പ്രസ് കമ്മ്യൂണിറ്റി ഉണ്ട്. അവരൊരു GDPR കുറിച്ച് എന്തോ ഒരു സെഷൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു ക്യൂരിയോസിറ്റി കാരണം ഞാൻ അതിനകത്ത് സൈനപ്പ് ചെയ്തു, അത് നോക്കുകയായിരുന്നു. ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തു. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അൻവർ ഫ്രം മോസില എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിനകത്ത് ഫസ്റ്റ് അവർ GDPR റിലേറ്റഡ് എങ്ങനെ വെബ്സൈറ്റ് കംപ്ലൈൻ്റ് ആക്കാം എന്നുള്ളത് വേർഡ്പ്രസ്സിനകത്ത് അവരൊരു ഡെമോ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളുടെ പ്രോഡക്റ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ടുവേർഡ്സ് ദ എൻഡ് ദേ കൈൻഡ് ഓഫ് ഡെമോൺസ്ട്രേറ്റഡ് അനദർ പ്രോഡക്റ്റ്. അത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിൽ കുക്കീസ് എന്തൊക്കെ ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പ്രോഡക്റ്റ് നമ്മളുടെ തന്നെ ഒരു ടൂൾ ഉണ്ട്, കുക്കി സെർവ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതാണ് സെക്കൻഡ് പ്രോഡക്റ്റ് അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു സെഷനിൽ ഹോൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത പ്രോഡക്റ്റാണ് അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റിൽ പിന്നെ അതുവരെ ആർക്കും അറിയില്ല. ഞാൻ ഒരു പോയിന്റിൽ വെച്ചിട്ട് വി ആർ ബിഹൈൻഡ് ഇറ്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയിരുന്ന ആ ഒരു അപ്രിസിയേഷനും ആ ഒരു വാവ് മൊമെന്റ് ഭയങ്കരമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഈവൻ അതെനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഇവിടെ പോർച്ചുഗലിൽ പോയിട്ട് മെട്രോയിൽ എന്തോ നോക്കാം, മെട്രോയുടെ ബുക്കിങ്ങിന് വേണ്ടിയിട്ട് നോക്കാൻ പോകുന്ന സമയത്ത് മെട്രോ യൂസ് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് കുറേ ഡോമിനോസ്, KFC ഒക്കെ യൂറോപ്യൻ കൺട്രീസിൽ, ഗ്രീസിൽ, ഫിൻലാൻഡിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബിക്കോസ് 1.5 million അത് ഉള്ളത് കൊണ്ട് നമുക്ക് പല പല സ്ഥലത്തും അത് കാണാൻ പറ്റും. ഈവൻ ഞാൻ കണ്ടിട്ടുണ്ട് പല വെബ്സൈറ്റിലും പവർഡ് ബൈ കുക്കീസ് കാണുമ്പോൾ. അപ്പോൾ ഞാൻ തന്നെ ഫീൽ പ്രൗഡ്, കേരളത്തിൽ പ്രൊഡക്റ്റ് ആണ് ഇത് പവർ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ. അതാണ് ലൈക്ക് ഇപ്പൊ പറയുമ്പോൾ ഐ ഫീൽ വെരി പ്രൗഡ് ദാറ്റ് ദിസ് എ പ്രൊഡക്റ്റ് ബിൽഡ് ഫ്രം കേരള സർവിംഗ് ടു ദ വേൾഡ്. അപ്പോൾ ഐ ആം വെരി പ്രൗഡ് ഓഫ് ഇപ്പൊ ഞാനൊരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് കുക്കി ബാനർ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് പല പല വേർഷൻസ് ഉണ്ടെങ്കിലും ഐ ക്യാൻ റെക്കഗ്നൈസ്. അപ്പൊ ഫസ്റ്റ് അതാ നോക്കുക, പിന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ ഈ കേരള പീച്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു ഹോൾ ഇന്റൻഷൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഇപ്പോൾ ന്യൂസിലായാലും പലയിടത്തും കേൾക്കുന്നത് ഇത്ര ഫണ്ടിങ് കിട്ടി. നമ്മൾക്കൊരു ഫണ്ടിങ് കിട്ടുമ്പോഴാണ് ആക്ച്വലി ഒരു പബ്ലിസിറ്റി ഉള്ള ഒരു സ്റ്റാർട്ടപ്സിന്. ബട്ട് ദർ ആർ പ്രൊഡക്റ്റ് ആക്ച്വൽ റവന്യൂ മേക്കിംഗ് ആൻഡ് പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനീസ്. ഇതിനൊന്നും ഒരു അറ്റൻഷൻ കൊടുക്കാണ്ട് തന്നെ ദേ ആർ ഡൂയിങ് റിയലി വെൽ. അപ്പൊ ആ ഒരു ചേഞ്ചിനോട് ഹൗ ഡു യു റിയാക്ട്? ഇതുവരെ യു നെവർ റേസ് ഫണ്ടിങ്, സോ മേ ബി കേരളത്തിൽ പോലും ഒരു മീഡിയയിൽ വരെ വന്നിട്ടുണ്ടാവില്ല. സോ ഹൗ ഡു യു റിയാക്ട് ടു ഇറ്റ് ആൻഡ് ഈ ഒരു എക്കോസിസ്റ്റം ആൻഡ് വാട്ട് നീഡ്സ് ടു ബി ചേഞ്ച്ഡ്? ഓക്കെ, എൻ്റെ തന്നെ ഒരു കേസ് ഒക്കെ എടുത്ത് പറയാം. നമ്മൾ കുക്കിയസ് ഗ്ലോബലി മാർക്കറ്റ് ഷെയറിൽ നമ്പർ 1 ആയി തോന്നിട്ട് ഇവിടെ കുറിച്ച് ഒരു PR കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ സൈബർ പാർക്ക് വഴി പോയ ഒരു ഇതായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ചില ന്യൂസ് ടീമിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ ഫസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതിൽ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതായത്
നമ്മൾ ഈവൻ ഗ്ലോബലി മാർക്കറ്റ് ഷെയറിൽ ഫസ്റ്റായി വന്നത് അവർക്കത് അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഫണ്ടിങ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ സക്സസിനേക്കാൾ കൂടുതൽ എന്തോ ഒരു ട്രെൻഡായിട്ട് അത് വരുന്നുണ്ടായിരുന്നു, ഫണ്ടിങ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അത് ശരിക്കും സക്സസ്ഫുൾ ബൂട്ട് സ്ട്രാപ്ഡ് സസ്റ്റൈനബിൾ ലോങ് ടേം പിന്നെ ബിൽഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സപ്പോർട്ടില്ലാത്ത, അല്ലെങ്കിൽ അതൊരു ഇറ്റ്സ് നോട്ട് ഫാഷനബിൾ ടു ബിൽഡ് ബൂട്ട് സ്ട്രാപ്പ് ബിസിനസ് എന്നുള്ളത് ഫണ്ട് എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ. അതായത് നമുക്കൊരു വിസിബിലിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ ഇതെന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷൻ ശരിക്കും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ റീസെൻ്റ്ലി ഇപ്പോൾ കുറേ എനിക്കൊന്ന് പാസ്റ്റ് ഒരു 1 ഇയറിൽ അതിൽ ഭയങ്കര ചേഞ്ച് ഇട്ടുണ്ട്. ഇപ്പം സാസ് പ്രൊഡക്ട്സിനൊന്നും ഇപ്പം ജനറലി ഫണ്ടിങ് ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്നുള്ളതാണല്ലോ ഗ്ലോബലി. അപ്പോൾ ആ സമയത്ത് കൂടുതലും ഞാൻ പല സ്ഥലത്തുനിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട് ബൂട്ട് സ്ട്രാപ്പ് ഇതിന് ഒരു കുറച്ചും കൂടെ റെസ്പെക്റ്റ് കിട്ടുന്നത്. ഞാൻ സാസ്റ്ററിനൊക്കെ പോയപ്പോൾ ലണ്ടൻ സാസ്റ്റർ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ ജനറലി ഉള്ള ഒരു ടോക്ക് അങ്ങനെയാണ് ബൂട്ട് സ്ട്രാപ്ഡ് എന്നുള്ളത്. ഈവൻ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് ചില ഇവൻറ്റ്സ് വരെ ബൂട്ട് സ്ട്രാപ്ഡ് എന്നുള്ള രീതിയിലോട്ട് ഇങ്ങനെ ഫോക്കസ് ഒന്ന് കണ്ടു. അപ്പോൾ അത് മാറണം എന്നുള്ളത് എസ്പെഷ്യലി ഇപ്പം ഫെലിക്സ് പ്രൊഡക്റ്റ് ഹണ്ടിൻ്റെ ഒരു ഇപ്പോൾ സ്റ്റാർട്ടപ്സിൻ്റെ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ മുകളിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണല്ലോ കേരളത്തിൽ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഫെലിക്സിന് എന്തെങ്കിലുമൊക്കെ ഇനീഷ്യേറ്റീവ്സ് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് കേരള സ്റ്റാർട്ടപ്സിന് ഈവൻ ബൂട്ട് സ്ട്രാപ്ഡ് ഈസ് ഓക്കെ എന്നുള്ളത്, പ്രോഫിറ്റബിൾ ഈസ് ഓക്കെ, ഗ്രോത്ത് മാത്രമല്ല ലോങ് ടേം സസ്റ്റൈനബിൾ പ്രൊഡക്റ്റ് ബിൽഡിംഗ് ഈസ് ഓക്കെ എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ആ ഒരു ലെവലിൽ തുടങ്ങിയ സമയത്ത് തന്നെ ഇവൻ ഇഫ് യു ലുക്ക് ഇൻ നമ്മുടെ കേരള KPHന്റെ സ്ലൈഡ്സ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു സ്ലൈഡ് ഉണ്ട്. അതായത് എന്താ പറയാ, വി വാണ്ട് സമ്മൺ ടു ലുക്ക് അപ് ടു ആസ് ഈ പറഞ്ഞ ഫണ്ടിങ്ങിനേക്കാളും ഉപരി വി വാണ്ട് ടു ടോക്ക് അബൌട്ട് റവന്യൂ, പ്രോഫിറ്റ്, നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്. ആ ഒരു ഡിസ്കഷൻ നോ വൺ വാസ് ടോക്കിംഗ് ഇറ്റ്. അപ്പോൾ ബാക്കിയുള്ള കമ്മ്യൂണിറ്റീസ് ഓർ എവരിതിങ് വാസ് ടോക്കിംഗ് അബൌട്ട് ഫണ്ട്. അപ്പോൾ നമ്മൾ അന്നേ തൊട്ട് തന്നെ ക്ലിയർ ആയിരുന്നു. ലൈക്ക് നമ്മൾ സംസാരിക്കുന്ന ഡിസ്കഷൻസും മോസ്റ്റ്ലി അതാണ്. അപ്പോൾ ഞാൻ ഫണ്ടിങ്ങിനെ പറ്റി റെയർലി ചോദിക്കാറുള്ള ആൾക്കാരോട്. ഐ ടോക്ക് അബൌട്ട് എത്ര റവന്യൂ ഉണ്ട്, എത്ര കസ്റ്റമേഴ്സ് ഉണ്ട്, അങ്ങനെയാണ് എൻ്റെ വേ ഓഫ് ഇന്ററാക്ടിങ്. അപ്പോൾ അത് അങ്ങനെ ഒരു കോൺവെർസേഷൻ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നാച്ചുറലി ആൾക്കാർ ആ രീതിയിലേക്ക് തന്നെ മോൾഡായി വരും. അപ്പോൾ ലാസ്റ്റ് 5 years നോക്കുകയാണെങ്കിൽ ഇനീഷ്യലി ഫണ്ടിങ് ആയിരുന്നെങ്കിലും ദെൻ നൗ പീപ്പിൾ ടോക്ക് അബൌട്ട് ഈ പറഞ്ഞ പോലെ എത്ര റവന്യൂ ഉണ്ട്, എത്ര ARPU ഉണ്ട്, എത്ര ആവറേജ് ഓർഡർ വാല്യൂ ഉണ്ട്, ഇങ്ങനെ കുറെ ലൈഫ് ടൈം വാല്യൂ ഉണ്ട്. ഇതൊക്കെയാണ് ടോക്ക് ഔട്ട്. ഈ കീവേഡ്സ് ആണ് ഹെൽപ്സ് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ലോട്ട് ദാൻ ദി എക്സ് എമൗണ്ട് ഓഫ് ഫണ്ട് റേസ്ഡ്. ഇത് നമുക്ക് PR മാത്രമല്ല, പബ്ലിസിറ്റിയിൽ മാത്രമല്ല, ഈവൻ റിക്രൂട്ട്മെന്റിൽ നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. ഇനീഷ്യലി ഒരു കുറച്ച് മുമ്പൊക്കെ പറഞ്ഞാൽ ഫണ്ടഡ് കമ്പനി ആണെങ്കിൽ ആൾക്കാരെ അങ്ങോട്ട് അട്രാക്ട്, നമുക്ക് നമ്മുടെ സക്സസിനെ കാണിക്കാൻ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതായത് നമുക്കിപ്പോൾ റവന്യൂ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരാളെ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഫണ്ടിങ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ റീസെൻ്റ്ലി നമ്മൾ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ തന്നെ കുറേ ഇങ്ങനത്തെ ഫണ്ടിങ് റിലേറ്റഡ് ഇഷ്യൂസും ഒക്കെ കണ്ട ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ കുറേ ആൾക്കാർക്ക് ശരിക്കും അവർ കുറച്ചും കൂടെ ബൂട്ട് സ്ട്രാപ്പ് പ്രോഫിറ്റബിൾ ബിസിനസ്സാണ് അവർ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് ഗ്രൗണ്ട് റിയാലിറ്റി ഇപ്പോഴാണ് ആൾക്കാർക്ക് ടൈം എടുക്കും. ബട്ട് വി റിയലൈസ് ഇറ്റ് വേ ബിഫോർ. ഇവൻ ഞാൻ കമ്പനി ആയാലും ബൂട്ട് സ്ട്രാപ്പ് ആയിട്ടാണ് ഓടിക്കുന്നത്. സോ ഐ ബിലീവ് ഇൻ ദാറ്റ് ബൂട്ട് സ്ട്രാപ്പ് കൾച്ചർ. വാട്ട് ദാറ്റ് ഓപ്പൺസ് അപ്പ് ടു ദ വേൾഡ്. അപ്പോൾ നമുക്ക് ഇവിടെ നല്ലൊരു ചേഞ്ച് പ്രതീക്ഷിക്കാം. ഹോപ്പ്ഫുള്ളി യെസ്. അപ്പോൾ ഈ പോഡ്കാസ്റ്റ് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഹോപ്പ്ഫുള്ളി ദേ ആർ വാച്ചിങ് ഇൻ ദെയർ കംഫർട്ട് ഡെഫിനറ്റ്ലി എയിം ഫോർ സംതിങ് ഗുഡ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് മോസിലോയുടെ പുതിയ ഓഫീസാണ് കാലിക്കറ്റ്. അതായത് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടതിലുള്ള കേരളത്തിലുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഓഫീസ് എവർ എന്നുള്ള ഇതാണ്. അപ്പോൾ ഈ ഒരു ഓഫീസിനുള്ള ഒരു ഇൻസ്പിറേഷൻ എവിടെ നിന്നായിരുന്നു? ഈ ഒരു ഓഫീസ് ടീം എംപ്ലോയീസിന് ഉണ്ടാവുന്ന മൊറാലിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇതെങ്ങനെയാണ്? വാട്ട് ഹാവ് യു ഒബ്സർവ്ഡ്? ഓക്കെ, ഇതൊരു ഒബ്വിയസ്ലി നമ്മൾ ബാക്കിയുള്ള ഇപ്പം ഇന്ത്യയിൽ തന്നെ ആണെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലാണെങ്കിലും സ്റ്റാർട്ടപ്സ് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പണ്ട് ഗൂഗിളിൻ്റെ ക്യാമ്പസ് എന്നൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നല്ലോ. അപ്പം നമുക്ക് നല്ലൊരു ഓഫീസ് സ്പേസ് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ, കൊളാബറേഷൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എനേബിൾ ചെയ്യുന്നതൊക്കെ ഒരു വർക്ക് സ്പേസ് വേണം എന്നുള്ളത് കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അത് നമുക്ക് നമ്മുടെ ഓഫീസിൽ സ്പേസ് മതിയാകാതെ വന്നു. അപ്പം നമ്മൾ ഇപ്പം കൊച്ചി ഇൻഫോ പാർക്കിൽ ഓഫീസ് എടുത്തു. അവിടെയും കൈൻഡ് ഓഫ് ഇതൊന്ന സമയത്ത് ഇവിടെ കാലിക്കറ്റിൽ നമ്മൾ കുറച്ച് വലിയ സ്പേസ് വേണം എന്ന് പറഞ്ഞു. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഓഫീസ് നന്നായിട്ട് കൊളാബറേഷൻ എനേബിൾ ചെയ്യുന്ന ഒരു ഓഫീസ് ആവണം എന്നുള്ളത് നമുക്ക് ഒരു തോട്ട് വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ല, അതായത് ഇൻഫ്രാസ്ട്രക്ചറിന് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര നന്നായിരിക്കും എന്നുള്ള തോന്നും. അപ്പോൾ ടീം നമ്മുടെ പഴയ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തതിനു ശേഷം ദേ ആർ റിയലി ഹാപ്പി. അപ്പോൾ അവർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു സ്പേസ് മാറിയിരുന്നിട്ട് ചെയ്യാൻ, മറ്റെന്ന് പറഞ്ഞാൽ ഒരു ഡെസ്കിൽ ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്ന ആളിൽ നിന്ന് മാറിയിട്ട് അവർക്ക് ഇവിടെ നമുക്ക് പല പല സ്പേസസ് ഉണ്ട്. ബില്ലിയാർഡ്സ് കളിക്കാം. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ആംഫി തിയേറ്റർ സെറ്റപ്പ് ഉണ്ട്. മീറ്റപ്സ് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നല്ല ഈ ഒരു ഏരിയ ഫുള്ളി ഗ്രീനറിയാണ്, ആ സൈഡിൽ ഓപ്പൺ. അപ്പോൾ ഇവിടെ ഒരു എലിവേറ്റഡ് സ്പേസ് ഉണ്ട്, അവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ പുറത്തോട്ടൊക്കെ നോക്കിയിരുന്നിട്ട് വർക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈവൻ നമ്മുടെ ഈ ടേബിൾസിൻ്റെ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ അങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് ചെയ്യാൻ ഒരു ചെറിയൊരു പെട്ടെന്ന് ക്വിക്കായിട്ടൊരു മീറ്റിംഗ് ഐഡിയേഷൻ അതിനൊക്കെയുള്ള സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇപ്പം ഞാൻ റിമോട്ടാണ്, UK-ലാണ്. യെസ്, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ സ്വിച്ച് എവിടെ എന്നൊക്കെയുള്ള സ്ട്രഗിൾ ചെയ്യണേ. അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ UK-ലിരിക്കുന്നത് നമ്മളിവിടെ ഉണ്ട്, നമുക്ക് റിമോട്ടായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ കൊച്ചിയിൽ ടീമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്പേസ് ഡിസൈൻ ചെയ്യുമ്പോൾ അതും കൂടെ എനേബിൾ ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് പോഡ്സ് ഒക്കെ നമ്മൾ ഇത് ചെയ്തു. അതായത് ഒരു 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന പോഡ് ഉണ്ട്, സിംഗിൾ ഒരു കോൾ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ പോഡ്സ് ഉണ്ട്. പിന്നെ മീറ്റിംഗ് റൂംസ്, വലിയൊരു കോൺഫറൻസ് റൂം, ട്രെയിനിങ്, അതിനൊക്കെ പറ്റുന്ന നല്ലൊരു സ്പേസ് എന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾ ഓഫീസ് മാറിയപ്പോൾ തന്നെ ആൾക്കാർക്ക് ഈവനിങ്ങിലൊക്കെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തന്നെ കളിച്ചിട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര, അത് ഈവൻ ടീമിൻ്റെ ഇടയിൽ കൊളാബറേഷൻ, റിലേഷൻഷിപ്പ്, ഇതെല്ലാം ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തു. അതൊരു ഭയങ്കര അറിയാം. നമ്മുടെ ഇന്റീരിയർ ചെയ്തത് ആർട്ടിസ്ട്രി എന്നുള്ള ഒരു ഫേമാണ്. അവർ വളരെ നമ്മളുടെ ഐഡിയാസ് പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ അവർ അത്യാവശ്യം വളരെ നന്നായിട്ട് സ്പേസ് ഡിസൈൻ ചെയ്തിട്ട് തന്നു. നന്നായിട്ടുണ്ടായിരുന്നു. അതൊരു ചേഞ്ച് ആണ് വേണ്ടത്. യെസ്, പിന്നെ അവർക്കത് നമ്മളുടെ നീഡ്സ് അവർ ആക്ച്വലി എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പറ്റുന്ന രീതിയിൽ തന്നെ അവർ പിന്നുള്ളത് എന്താ പറയാ, നെക്സ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ യു ആർ റണ്ണിങ് എ ബൂട്ട്സ്ട്രാപ്പ് കമ്പനി, യു ആർ വാല്യൂഡ് അറ്റ് സെവറൽ ക്രോർസ് ഫോർ സം ആൻഡ് കാർ. ലൈക്ക് ഈ പറഞ്ഞ മോസ്റ്റ്ലി ഇഫ് യു ലുക്ക് ഇൻ കേരള, എല്ലാവരും ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നത് കാറിന്റെ ഡ്രൈവ്. നമ്മള് ഇൻസ്റ്റാഗ്രാം പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ റീൽസ് നോക്കുമ്പോൾ ലംബോഗിനി, ഫെറാറി, അപ്പൊ അവരൊക്കെ കാണുമ്പോൾ വാട്ട് ദേ ഡു എന്നൊന്നും നോക്കില്ലോ, എന്താണ് അവർ ചെയ്യുന്നത്. ദ കാർ ഓണർ അതിൽ ബി ഐദർ റണ്ണിങ് എ ഹോസ്പിറ്റൽ or maybe they have generational wealth back. Appo as tech founder you are maybe several crores and crores worth more than that probably, and you still drive a manual car. Appo what car do you drive? And ഞാനൊരു UK-ലൊരു Audi A4 ആണ്, അത് മാനുവലാണ്. അത് ഞാൻ എനിക്കൊന്ന് 5 years മുമ്പ് ഞാൻ UK-ൽ യൂസ്ഡ് കാറാണ്. UK-ലെത്തിയ സമയത്ത് തന്നെ ഒരു കാർ വേണം എനിക്ക്, ലൈസൻസ് കിട്ടിയ ഉടനെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സെല് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാനുവലാണോ ഓട്ടോമാറ്റിക് ഒന്നും നോക്കിയിട്ടില്ല, നേരെ ഓക്കെ ഞാൻ ആ ഒരു എഫേർട്ട് എടുക്കണ്ടല്ലോ എന്നുള്ള രീതിയിൽ നേരെ ആ കാറ് വാങ്ങിക്കണം. ഞാൻ അതിനുശേഷം ഇതുവരെ ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴൊരു മെയിൻ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ കുറച്ച് എഫേർട്ട് എടുക്കണമല്ലോ, കാർ സെലക്ട് ചെയ്യണം. ആ ഒരു എഫേർട്ട് എടുക്കാനുള്ള ഒരു മടി കാരണമാണ് ആ ഒരു സംഭവം അല്ല. ബട്ട് ലൈക്ക് ഐ വാണ്ട് ടു ഹിയർ യുവർ തോട്ട്സ്. ഈ കാറിനൊരു അതൊരു നീഡായിട്ട് വരാത്തോണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് പലതും എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ അത് ഈ കാറിനകത്തോട്ട് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ക്രേസ് വന്നിട്ടില്ല. ബാക്കി പല എക്സ്പീരിയൻസസും ഞാൻ എഫേർട്ട് എടുത്തിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാൻ എനിക്കിതുവരെ തോന്നിയിട്ടില്ല. മേ ബി ഫ്യൂച്ചറിൽ മാറുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ആ ഒരു ഇത് ഇതുവരെ തോന്നിയിട്ടില്ല. Okay. And one more point, now you're running a company completely bootstrapped with several millions dollars. But what has money changed in your life, if you could? എനിക്കങ്ങനെ ഭയങ്കര ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. മേ ബി നമുക്ക് ഒറിജിനലി ഉണ്ടായിരുന്ന കുറച്ച് ആഗ്രഹങ്ങൾ, മെയിൻലി ട്രാവൽ,
അതേപോലെ മേ ബി നമ്മൾ ഹൗസ് പർച്ചേസ്, പിന്നെ ഒരു ലോങ് ടേം കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് എക്സ്പീരിയൻസസ് ചെയ്യാനുള്ള കാശ്, അത് കഴിഞ്ഞാൽ അതിൻ്റെ ബിയോണ്ട് മണി മാറ്റർ ചെയ്യുന്നുണ്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര ഒരു മണി മോട്ടിവേറ്റഡ് ആയിട്ട് ഡ്രൈവ് അധികമില്ല. അതിനേക്കാൾ കൂടുതൽ കുറച്ച് അതെ, കുറച്ചും കൂടെ നമുക്ക് പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുക, നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുക, ഇതൊക്കെ നമുക്ക് അത് വെച്ചിട്ടാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പല കാര്യങ്ങളും. അപ്പോൾ പ്രോഗ്രാമിങ്ങിൻ്റെ എക്സാക്ട്ലി. അപ്പോൾ അതിനകത്ത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, അത് നമുക്ക് അതിനകത്ത് ഉണ്ടാവുന്ന സക്സസ് നമുക്ക് എനർജി തരുന്നുണ്ട്. അപ്പോൾ അതിലാണ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പോകുന്നത്. ബാക്കിയുള്ളത് ഓക്കെ, അത് നമുക്ക് എസ്പെഷ്യലി നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുമ്പോൾ പിന്നെ അതിനകത്ത് ചിലപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് കുറച്ചും കൂടെ ചാലഞ്ചിങ് ആയിട്ടുള്ളതാണല്ലോ നമുക്ക് കുറച്ചും കൂടി എപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത്. മറ്റേ നമ്മൾ ജസ്റ്റ് പോയിട്ട് ഷോപ്പിൽ പോയിട്ട് വാങ്ങാം എന്നുള്ളതാണെങ്കിൽ പിന്നെ അത് ഓക്കെ എപ്പോഴും. പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയൻ, മൈ ഹോണസ്റ്റ് ഒപ്പീനിയൻ, നമ്മള് ടെക് ഫൗണ്ടേഴ്സ് നീഡ്സ് ടു ഓൺ ലക്ഷറി സ്പോർട്സ് കാർസ്. അപ്പൊ എന്നാലാണ് ഒരു ആസ്പിറേഷൻ ആവുള്ളൂ. അല്ലെങ്കിൽ ഇത് റീൽസ് കാണാൻ ആൾക്കാരാണെങ്കിലും ജനറേഷണൽ വെൽത്തിന് വരുന്ന ആൾക്കാർ ആരും സ്വന്തമായിട്ട് അധികം ഫൈനാൻഷ്യൽ വെൽ ഓഫറുള്ള ആൾക്കാരല്ല. സോ അത് കാരണം വി നീഡ് ദാറ്റ് നറേറ്റീവ് ചേഞ്ച്. അതിന് ഹോപ്പ്ഫുള്ളി വൺ ഡേ അൻവർ ആൻഡ് സിമർ ഫോക്സ് വിൽ ഓൺ എ സ്പോർട്സ് കാർ which will hopefully help motivate more people to work towards their tech products. അതൊരു ആസ്പിറേഷൻ, ബട്ട് ഐ ഡോണ്ട് നോ ഇഫ് യു വിൽ ഡു ഇറ്റ് ഓർ നോട്ട്, ബട്ട് ഇറ്റ്സ് സംതിങ് ഐ മേ ബി അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫണ്ടിങ് അതുപോലെയുള്ള ഒരു കാര്യമായി മാറാം. അതായത് നമുക്ക് ശരിക്കും സക്സസ്ഫുൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ മേ ബി പണ്ട് ഇപ്പോൾ നാട്ടിൽ എഞ്ചിനീയർ, ഡോക്ടർ ആവാന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ ഡേയ്സിലൊക്കെ അതാണ് സക്സസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ആ ട്രെൻഡിൽ പോകും. അതേപോലെ നമ്മൾ ശരിക്കും ഇതല്ല റിയൽ സക്സസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, വേറെ എന്തെങ്കിലുമൊക്കെ ആണ് എന്നുള്ളത് വരുവാണെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആവും. അത് ചെയ്യുന്ന ആൾക്കാരാണ് സക്സസ്ഫുൾ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് അങ്ങനെ ട്രെൻഡ് ഉണ്ടല്ലോ, സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ഒക്കെ കുറച്ചും കൂടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ ഹെൽത്ത്, ട്രാവൽ, ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതിനകത്തൊക്കെ ഫോക്കസ് ചെയ്യുന്ന കുറെ ആൾക്കാർ, അങ്ങനെ തന്നെ പോകുന്ന കുറെ ആൾക്കാരുണ്ട്. അതായിരുന്നു അത്രയും എഫേർട്ട് എടുക്കേണ്ട അല്ലെങ്കിൽ സ്ട്രെസ് എടുക്കേണ്ട ഒരു നീഡ് എന്താണെന്നുള്ളത് വി ഡോണ്ട് ഹാവ് ടു പ്രൂവ് എനിത്തിങ്. അപ്പോൾ അങ്ങനെ ഒരു മോഡിൽ പോവുകയാണെങ്കിൽ യു ക്യാൻ എൻജോയ് ലൈഫ് ഒരു സസ്റ്റൈനബിൾ ആ ഒരു പേസിൽ, നമുക്ക് പറ്റുന്ന പേസിൽ നമുക്ക് ബിൽഡ് ചെയ്യാം. അതും ദാറ്റ്സ് ഓക്കെ എന്നുള്ള ഒരു ഇത് വരുവാണെങ്കിൽ നല്ലതായിരിക്കും. പൊസിഷനിലാണ്. അതായത് ഹൗ ആർ യു ഹെൽപ്പിംഗ് കോൺട്രിബ്യൂട്ടിംഗ് ബാക്ക് ടു ദ സൊസൈറ്റി? യു ഡൺ സം ഇൻവെസ്റ്റ്മെന്റ്സ്, അതിനെ പറ്റി ഷെയർ ചെയ്യാൻ പറ്റുമോ? ഞാൻ അങ്ങനെ കുറേ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കൊരു പോയിന്റിൽ ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് എന്നുള്ളത് ചെറിയൊരു ഇൻട്രസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയങ്കരമായിട്ടില്ല, കാരണം നമ്മളുടെ തന്നെ പ്രോഡക്ട്സിലൊക്കെ ഫോക്കസ് ചെയ്യുന്നതായതുകൊണ്ട് അതിന് കുറച്ച് എഫേർട്ട് എടുക്കാൻ നമുക്ക് പറ്റണമല്ലോ, നമുക്ക് റിയലി ഹെൽപ്പ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അത് പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഇനീഷ്യലി ഒന്ന് ട്രൈ ചെയ്തെങ്കിലും പിന്നീട് പതുക്കെ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ഇപ്പോൾ നമ്മൾ മോസിലോറിനകത്ത് തന്നെ പ്രോഡക്ട്സ് ബിൽഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടും മാറണം, എസ്പെഷ്യലി ഫോർ നമുക്ക് വെബ്സൈറ്റ് ഓണേഴ്സിനോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഇ കൊമേഴ്സ് സൈറ്റ് ഓണേഴ്സ്, അതുപോലെ പീപ്പിൾ ഹു ഡെവലപ്പ് വെബ്സൈറ്റ്സ് ആൻഡ് ഇ കൊമേഴ്സ് സൈറ്റ്സ്, അവർക്കൊക്കെ വേണ്ട ഡിഫറെൻറ്റ് ടൂൾസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് മോസിലോർ മാറുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഫോക്കസ്. അപ്പോൾ മേ ബി ഫ്യൂച്ചറിൽ നമുക്ക് ഇത് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യാൻ, ഇതേപോലെയുള്ള എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ മേ ബി പോസിബിൾ ആയിരിക്കാം. പക്ഷേ ആസ് ഓഫ് ടുഡേ നമ്മൾ വി ആർ ഫോക്കസ്ഡ് ഓൺ ബിൽഡിംഗ് പ്രോഡക്ട്സ്. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്തത് ഓരോ പ്ലാറ്റ്ഫോമിന് പുറത്താണ്. പ്ലാറ്റ്ഫോമിന് പുറത്ത് ഒരു ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ മാർക്കറ്റ് പ്ലേസ് ഉണ്ടാവും. അതിൽ നമ്മൾ ആപ്പായിട്ട് ലോഞ്ച് ചെയ്തിട്ടാണ് പിന്നീടാണ് നമ്മൾ സ്റ്റാൻഡ് ലോൺ പ്രൊഡക്റ്റിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നത്. അപ്പൊ അത് തരുന്ന ഒരു ഇനീഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള സംഭവം ഉണ്ടല്ലോ, ഹൗ ഹാസ് ഇറ്റ് റിയലി ഹെൽപ് യു ഇൻ ഗ്രോയിങ് ദീസ് പ്രൊഡക്ട്സ്? ഓക്കെ, ഞാൻ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു തോട്ട് എൻ്റെ മൈൻഡിൽ ഇത് കൈൻഡ് ഓഫ് ഒരു ഫിലോസഫി എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. ഒന്ന്, ഞാൻ കുറച്ച് സക്സസ്ഫുൾ
കോമ്പണൻസ് എന്നുള്ള രീതി, അതായത് ഫുൾ സ്യൂട്ട് ഓഫ് പ്രൊഡക്റ്റ് അല്ല, പകരം ഒരു സോഫ്റ്റ്വെയറിൻ്റെ കോമ്പണൻറ്റ് പ്രൊഡക്റ്റ് ആയിട്ടുള്ളത്, ഒരു ഹോൾ സിസ്റ്റത്തിൻ്റെ ഒരു കോമ്പണൻറ്റ്. ഇപ്പം നമ്മൾ എക്സ്റ്റൻഷൻസ്, കിൻസ് എന്നൊക്കെ പറയുന്ന പോലെയുള്ളത് കുറേ സക്സസ്ഫുൾ ബിസിനസ്സസ് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഡോക്ടർ സജി ഗോപിനാഥ്, നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ CEO ആയിരുന്നു. ഡോക്ടർ സജിയുടെ ഒരു പഴയൊരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഡോണ്ട് ഹാവ് ടു ബിൽഡ് നെക്സ്റ്റ് ടൊയോട്ട, ഫോർഡ് ആൻഡ് സിമിലർ കമ്പനീസ്. യു ക്യാൻ ബിൽഡ് നട്ട്സ് ആൻഡ് ബോൾസ് ഫോർ ബിഗ് കമ്പനീസ്. അപ്പോൾ ഫോർ ടൊയോട്ട ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ കുറേ കമ്പനീസ് ഉണ്ട് ആൻസിലറി ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയിട്ട്, പിന്നെ അവർ അവരുടെ ഓൺ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഒക്കെ ഭയങ്കരമായിട്ട് എൻ്റെ തോട്ട്സിനെ ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു മാർക്കറ്റ് പ്ലേസസ്. പിന്നെ പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് റൈഡ് ചെയ്യാം, ഒരു അതെ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു തോട്ടിനകത്താണ് ഈ വുക്കമേഴ്സിനകത്ത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം നമ്മളത് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇപ്പോൾ ഷോപ്പിഫൈ ഉണ്ട്. അതേപോലെ ഈ ഒരു ഫിലോസഫിയുടെ മുകളിൽ കുറച്ച് നമ്മൾ എപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ തന്നെ ഒരു മാർക്കറ്റിംഗ് എൻജിനൊക്കെ ബിൽഡ് ചെയ്യാൻ ഭയങ്കര ടഫായിരിക്കും ഇനീഷ്യൽ ഇതിൽ. അപ്പോൾ അതിനൊരു ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ ഇത് ഫിലിക്സ് പറഞ്ഞ പോലെ തന്നെ അത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പാർട്ടാണ്. പിന്നെ ഇതിന്റെ റിസ്ക് ഉണ്ടല്ലോ, അപ്പം തന്നെ ഈ പ്ലാറ്റ്ഫോമിലായാലും വി ഹാവ് ടു ഫോളോ ദ പ്ലാറ്റ്ഫോം. അപ്പോൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അപ്പോൾ പിന്നെ ഏത് പോയിന്റിലാണ് സെപ്പറേറ്റ്ലി ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറി സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റിലേക്ക്, എസ്പെഷ്യലി കുക്കിയേഴ്സിന്റെ കേസിലാണെങ്കിലും ആ ഒരു പോയിന്റ് എവിടെയായിരുന്നു? നമ്മളെപ്പോഴും റിസ്ക് മിറ്റിഗേഷൻ എന്നുള്ളൊരു തോട്ട് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇതിനകത്ത് ഇപ്പോൾ ഇനീഷ്യലി നമ്മുടെ മെയിൻ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനീഷ്യൽ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതെല്ലാം ചെയ്യാം, ഏത് പ്ലാറ്റ്ഫോമിനകത്തും റിലൈ ചെയ്യാം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ ഫോക്കസ് കുറച്ചും കൂടെ ഗ്രോത്ത് ഉണ്ട്, പക്ഷേ ഇതെങ്ങനെ സസ്റ്റൈനബിൾ ആക്കാം, റിസ്ക് കുറക്കാം എന്നുള്ളൊരു തോട്ട് വരും. ആ സമയത്ത് നമ്മൾ പല രീതിയിൽ ഇപ്പോൾ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇ കൊമേഴ്സിൽ തന്നെ വുക്കമേഴ്സ് മാത്രമല്ലാണ്ട് ഷോപ്പിഫൈയിലോട്ട് എക്സ്പാൻഡ് ചെയ്തു. ഓൺ ബ്രാൻഡിൽ നമ്മുടെ സാസ് പ്രൊഡക്റ്റ് നമ്മൾ ബിൽഡ് ചെയ്തു. ഇതൊക്കെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈവൻ ഒരു പ്ലാറ്റ്ഫോം അവരുടെ റൂൾസ് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഉള്ള ഒരു കാര്യങ്ങൾ വരികയാണെങ്കിലും നമ്മൾ അവരെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്ന ആ സിറ്റുവേഷനിൽ മാറിയിട്ട് ഒബ്വിയസ്ലി ദർ വിൽ ബി ആൻ ഇമ്പാക്ട്, ബട്ട് വി ക്യാൻ ഹാൻഡിൽ ഇറ്റ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് വന്നു. അത് എനിക്ക് തോന്നുന്നത് ഒന്ന് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിലോട്ട് പോവുക, പിന്നെ ഓൺ ബ്രാൻഡിൽ പ്രൊഡക്ട്സ്, പിന്നെ ഡയറക്റ്റ് കസ്റ്റമേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ട്രസ്റ്റ് പൈലറ്റിലാണെങ്കിലും വേർഡ്പ്രസ് എക്കോസിസ്റ്റത്തിലും G2 നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ റിവ്യൂസ് ഉണ്ട്. അതും പിന്നെ നമുക്ക് പല സമയത്തും നമ്മൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ റേറ്റിംഗ് ഓൾമോസ്റ്റ് 100 ഹിറ്റ് ചെയ്യും. ഓക്കെ, നമ്മുടെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും 98% ആൻഡ് അബോവ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വരിക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു അങ്ങനെയൊക്കെ നമുക്ക് കസ്റ്റമറായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. അവർ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് കസ്റ്റമർ നമ്മൾ ഏത് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുകയാണെങ്കിലും ദേ വിൽ കം ടു അസ്. ഇപ്പോൾ നമ്മൾ അൻവറിനെ ഫസ്റ്റ് കാണുന്നത് KPH-ന്റെ ഒരു കാലിക്കറ്റ് മീറ്റപ്പിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് യു ബിൻ പാർട്ട് ഓഫ് അവർ കമ്മ്യൂണിറ്റി ആൻഡ് യു ബിൻ ഹെൽപ്പിംഗ് ഔട്ട് പീപ്പിൾ, നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണെങ്കിലും, ആൻഡ് ഐ നോ യു ആർ പോഡ്കാസ്റ്റ് വിത്ത് us. അപ്പോൾ KPH എങ്ങനെ ഹാസ് ഇവോൾവ് ആൻഡ് യു മെറ്റ് സം പീപ്പിൾ ഓവർ ദ പീരീഡ് ഓഫ് ടൈം ആൻഡ് ഹൗ ഡസ് ദാറ്റ് ഹെൽപ് യു? ആൻഡ് മേ ബി അത് കഴിഞ്ഞിട്ട് യു ക്യാൻ ഷെയർ അബൌട്ട് ഈ ഒരു നമ്മുടെ പോഡ്കാസ്റ്റിലാണ് ആൾക്കാർ ഇൻ 20s to 30s ഹു ആർ മേ ബി ഇൻ സ്കൂൾ ഓർ കോളേജ്, വാണ്ട് ടു ഡു സംതിങ് ഓൺ ദിയർ ഓൺ സം ഡേ. അപ്പോൾ അവിടെ ഇഫ് യു വർ ടു ഗോ ബാക്ക് 20 years before, വാട്ട് വിൽ യു ടെൽ യുവർ യങ്ങർ സെൽഫ്? അപ്പോൾ ഓക്കെ, ഞാൻ KPH-ൽ അത് നമ്മളിവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറേ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ അതിനകത്ത് കാണാൻ പറ്റി. അപ്പോൾ അത് തന്നെ ഒരു ഭയങ്കര ഇൻസ്പയറിങ് ഇതായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് കുക്കിയേഴ്സിൻ്റെ ഡെമോ ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്, ഈ നമ്മുടെ ആ മീറ്റപ്പിനകത്താണ്. അന്നും കിട്ടിയ ഫീഡ്ബാക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയറിങ് ആയിരുന്നു, നമ്മളെ മോട്ടിവേറ്റ് ചെയ്തു. പിന്നെ അത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത്
ഈവൻ അത് ഞാൻ പലപ്പോഴും കണ്ടിട്ട് ബിസിനസ് റിലേറ്റഡ് ടെക്നിക്കൽ ആയിട്ടുള്ള ചാലഞ്ചസ് ഇതൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ റീച്ച് ഔട്ട് ചെയ്തിട്ട് അവരെ സജഷൻസ് അവർ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതായത് ഈവൻ എനിക്ക് കോഡൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഷൈജിൽ എനിക്ക് എന്തോ ഒരു കേസിൽ നമ്മളുടെ ആർക്കിടെക്ചർ റിലേറ്റഡ് എന്തോ വന്ന സമയത്ത് എന്നെ പല രീതിയിലും ഡിറക്ഷന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പല ആൾക്കാരും. അപ്പോൾ കുറേ പേരുണ്ട്. ഇപ്പോൾ നമ്മൾ ആ കോഡിൻ്റെ കേസിലാണ് ഞാൻ പെട്ടെന്ന് അപ്പോൾ ഈ KPH ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു പിന്നെ ഇപ്പോൾ ഫ്രഷ് ഔട്ട് ഓഫ് കോളേജ് അല്ലെങ്കിൽ ഇത് ബിൽഡ് ചെയ്യാൻ നോക്കുന്ന ആൾക്കാരോട് വന്നത് ഇങ്ങനത്തെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കേരളത്തിൽ ആണെങ്കിൽ ഇപ്പോൾ KPH ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുറേ ഇൻപുട്സ് കിട്ടും, കുറേ തോട്ട്സ് കിട്ടും. പിന്നെ എൻ്റെ 20 year old സെൽഫിനോട് പറയുന്നൊരു കാര്യം നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ എനിക്ക് പ്രൊഡക്റ്റിനകത്തോട്ടൊക്കെ വരായിരുന്നു എന്നുള്ള ഒരു ഇത് വന്നു. അപ്പോൾ ഇതിനകത്ത് ഞാൻ കാണുന്നൊരു കാര്യം, നമ്മൾ പല പോയിന്റിലും ട്രിഗർ ചെയ്യുന്നത് പല തോട്ട്സ് ആണല്ലോ. അപ്പോൾ നമ്മൾ നമ്മളുടെ തോട്ട് പ്രോസസ്സിൽ തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്ക് ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഒരു ഐൻസ്റ്റീൻ്റെ ഒരു ഭയങ്കര പോപ്പുലർ കോട്ട് ഉണ്ട്, ഐൻസ്റ്റീൻ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് പറയുന്നത് യു കനോട്ട് സോൾവ് എ പ്രോബ്ലം അറ്റ് ദ സെയിം ലെവൽ ഓഫ് തിങ്കിങ് ദാറ്റ് യു ക്രിയേറ്റഡ് ഇറ്റ്. അങ്ങനെ എന്തോ ആണ് ആ ഒരു കോട്ട് വരുന്നത്. ബേസിക്കലി നമ്മൾ ആ ഒരു ഇതിനകത്തിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ കിട്ടില്ല. ഈവൻ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് അത് റിയലൈസ് ചെയ്യില്ല, നമ്മൾ വേറൊരു പാത്ത് എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇത് ട്രിഗർ ചെയ്യുന്നത് പല ഇതെന്നാണ്. ഒന്ന് പിന്നെ മേ ബി ഇങ്ങനെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പല ആൾക്കാരുമായിട്ടുള്ള ഡിസ്കഷൻസിലായിരിക്കും, ചിലപ്പോൾ നമ്മളൊരു ബുക്ക് വായിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഒരു പോഡ്കാസ്റ്റ് കേൾക്കുമ്പോഴായിരിക്കും, നമ്മളുടേതായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഇയറിൽ ഇതേ സെയിം പോഡ്കാസ്റ്റ് കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഒന്നും ട്രിഗർ ആവില്ല. പക്ഷെ ഈ ടൈമിൽ ചിലപ്പോൾ അത് ഭയങ്കര ട്രിഗർ ആയിരിക്കും. ഇതേപോലെയാണ് ബുക്സ്. പല ബുക്സും എനിക്ക് ചില ടൈമിൽ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ അത് വായിക്കുമ്പോൾ പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല, കാരണം ആ ഒരു ടൈമിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ തിങ്കിങ്ങിന്റെ ലെവലിൽ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ പല ഓപ്പർച്യൂണിറ്റീസും കിട്ടും. അത് നമ്മൾ യൂസ് ചെയ്യണം. അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒബ്വിയസ്ലി ഇതുവരെ നമ്മുടെ സക്സസിന്റെ ഒക്കെ ബിഹൈൻഡ് ഉള്ളത് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. അത് കുറച്ചും കൂടെ ഫാസ്റ്റർ ആക്കായിരുന്നു എന്നുള്ളതാണ് എനിക്കൊന്ന് കുറച്ചും കൂടെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ട്രിഗർ എനിക്ക് കറക്റ്റ് ടൈമിൽ മേ ബി കിട്ടിയിട്ടുണ്ടാവില്ല. അത് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിലേക്ക് ബുക്സിനോട് സംഭവമുണ്ട്. ബുക്സ് എൻ്റെ ലൈഫിലാണെങ്കിലും പേഴ്സണലി കുറെ രീതിയിൽ എന്നെ ഇവോൾവ് ചെയ്ത് മോൾഡ് ചെയ്തിട്ടുണ്ട്. അൻവറിന്റെ ലൈഫിൽ ഏതൊക്കെ ബുക്സ് ആണ് you could quote from your memory which really impacted the way you think, maybe change your life altogether? കുറേ ബുക്സ് എന്നെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജാക്ക് വെൽഷിൻ്റെ സ്ട്രെയിറ്റ് ഫ്രം ദ ഗട്ട് എന്നുള്ള ബുക്ക് എനിക്ക് ഭയങ്കര എന്തോ ആ ഒരു പോയിന്റിൽ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഞാനിപ്പോൾ കുറച്ചായിട്ട് ബുക്സൊക്കെ വായന കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബുക്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, വീട്ടിൽ വെക്കും. പക്ഷേ പല സമയത്തായിട്ട്. പിന്നെ എന്നെ പേഴ്സണൽ ലൈഫിലാണെങ്കിൽ 7 Habits of Highly Effective People എന്ന ബുക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള, ഇമ്പാക്ട് ചെയ്തിട്ടുള്ള സ്റ്റീഫൻ കോൺവേ. അപ്പോൾ ആള് അത് ഭയങ്കരമായിട്ട് ഇത് ചെയ്തിട്ടുള്ളതാണ്. അതിപ്പോൾ നമ്മുടെ ആ ഒരു ബുക്ക്, അതേപോലെ വേറെ കുറേ ബുക്സ് ഉണ്ട്. അപ്പോൾ പിന്നെ അത് ഫോർ അവർ വർക്ക് വീക്ക് എന്നുള്ളത്, അതും കുറെ കാര്യങ്ങളിൽ നമ്മളെ എങ്ങനെ നമ്മളെ ടൈം ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം, നമ്മൾ കുറെ നോ പറയുന്നതിൻ്റെ ഒക്കെ കാര്യങ്ങൾ, അങ്ങനെ കുറെ ബുക്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാത്തിനും പല പല പോയിന്റ്സ് ആണ് എനിക്ക് തോന്നുന്നത്. കുറെ ബുക്സ് എനിക്ക്. ഇപ്പോൾ നിങ്ങൾ കമ്പനി ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത് UK ഇപ്പോൾ. ഞാൻ ഇവിടെയാണ് ടീം ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് യു തിങ്ക് വി ഹാവ് ഗുഡ് ടാലന്റ് ഹിയർ വേഴ്സസ് ഇൻ UK? നമ്മളുടെ ഇപ്പോൾ നമ്മുടെ പ്രൊഡക്ട്സ് കംപ്ലീറ്റ് ബിൽഡ് ചെയ്തിട്ടുള്ളതും അത് മാർക്കറ്റ് ചെയ്യുന്ന എല്ലാം നമ്മൾ ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നല്ല ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്, നല്ല ടാലൻറ്റഡ് ആൾക്കാർ നമുക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മളുടെ ഓർഗനൈസേഷനിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ നല്ല ഓണർഷിപ്പ്, നമ്മുടെ ടീമൊക്കെ നല്ല ഓണർഷിപ്പ് എടുത്തിട്ട് പ്രോഡക്റ്റ് കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്യുന്നത്. ഞാൻ ചില പ്രോഡക്റ്റൊക്കെ ഞാൻ റിലീസ് ചെയ്തിട്ടാണ് കാണുന്നത്, അത്രയും ഇതിൽ ചെയ്യുന്നുണ്ട്. ഈ
ഇത് അവര് എനിക്ക് തോന്നുന്നു ഒരു ഇപ്പം നമ്മൾ യങ്സ്റ്റേഴ്സിനോട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ടിപ്പിക്കലി നമ്മൾ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മാർക്യൂ നെയിംസ് അല്ലെങ്കിൽ ബ്രാൻഡഡ് കമ്പനീസിൽ പോയിട്ട് ജോയിൻ ചെയ്യുക എന്നുള്ളതാണല്ലോ. പക്ഷേ അതിലേക്കാൾ കുറച്ചും കൂടെ സ്റ്റാർട്ടപ്സിലൊക്കെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, പണി പഠിക്കാൻ പറ്റും. എക്സാക്ട്ലി. അപ്പോൾ അവിടെ വന്നിട്ട് ആ എഫേർട്ട് എടുക്കണം എന്നുള്ളതാണ് പോയിന്റ്. ഒരു ഇതിൽ ജോയിൻ ചെയ്തു നമുക്ക് എന്ത് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെ ഒരു പെർട്ടിക്കുലർ റോളിൽ ജോയിൻ ചെയ്തിട്ട് അവർ ഭയങ്കര എൻ്റർലി ഡിഫറെൻറ്റ് റോളിലോട്ടൊക്കെ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടും. നമ്മളൊരു ബിഗർ ഓർഗനൈസേഷനിലാണെങ്കിൽ നമ്മൾ അവരുടെ ഒരു കരിയർ ലാഡർ ഫോളോ ചെയ്യേണ്ട അതൊക്കെ ഉണ്ടാവും. മറ്റൊന്ന് പറഞ്ഞാൽ വിസിബിലിറ്റി, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫ്രീഡം എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ എന്തു ലേൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈവൻ ടെക്നോളജിയുടെ ഫ്രീഡം, അതായത് ടെക്നോളജി എന്ത് വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ആ പ്രൊഡക്റ്റിന് ആ ഡെവലപ്പ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, ആ ആൾക്ക് ഡിസൈഡ് ചെയ്യാം. അൾട്ടിമേറ്റ്ലി നമുക്ക് പ്രൊഡക്റ്റാണ് വേണ്ടത്. അപ്പോൾ അവർ പുതിയൊരു ലാംഗ്വേജ് ലേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കത് ലേൺ ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു ടൈപ്പ് ഫ്രീഡം ഒക്കെ കിട്ടുക ഇങ്ങനെയുള്ള സ്റ്റാർട്ടപ്സിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമുക്കിപ്പോൾ നമ്മൾ പിന്നെ കുറച്ചും കൂടെ ഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏർലി ഓൺ നല്ല ടാലൻറ്റഡ് ആൾക്കാർ വന്നു. ഇപ്പോൾ എനിക്കൊന്ന് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന ഇയറിൽ തന്നെ നമുക്ക് ഈ ഇവിടെയുള്ള തന്നെ പോപ്പുലർ ഇതിനകത്തുനിന്ന് ഇപ്പം IBM, ക്യൂബസ്റ്റ്, വിപ്രോ അങ്ങനെയൊക്കെയുള്ള ഇതിനകത്തുനിന്ന് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഏർലി ഓൺ ഇതിനകത്ത് ജോയിൻ ചെയ്തുകൊണ്ട് അവർ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ ഒരു ഇതെന്ന് വെച്ചാൽ അവർക്കുള്ള ആ കരിയർ ഗ്രോത്ത് അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. പ്രൊഡക്റ്റ് വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഫുൾഫിൽമെന്റ് ആൻഡ് ഹാപ്പിനെസ് ഇതൊരു ഫാർ ബെറ്റർ ദാൻ സർവീസ് ആണ്. അതെ, നമ്മൾ ശരിക്കും പ്രോബ്ലം സോൾവേഴ്സ് ആണ്. ഒരു എസ്പെഷ്യലി ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവർ ആണ്. നമ്മൾ കോഡ് അല്ലെങ്കിൽ ഇന്നൊരു പെർട്ടിക്കുലർ ലാംഗ്വേജ് എന്നുള്ളതല്ല. അപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ അൾട്ടിമേറ്റ്ലി നമുക്ക് കസ്റ്റമറുടെ പ്രോബ്ലം എന്താണെന്ന് അറിയണം. അതൊക്കെ ലേൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ടീമിന് തന്നെ കിട്ടുന്നതാണ്. എക്സാക്ട്ലി. നിങ്ങൾക്ക് കേരളം പോലൊരു സംസ്ഥാനം എപ്പോഴും പറയുന്നത് ഹൈലൈറ്റ് ചെയ്താണെങ്കിൽ ഇവിടെ തൊഴിലില്ല, എല്ലാവരും കാനഡ, UK പലയിടത്തേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ വാട്ട് വി ക്യാൻ ഡു ആസ് കമ്മ്യൂണിറ്റി ടു ബിൽഡ് ദിസ് ടാലന്റ് ഹൗസ്, അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന ഫ്രഷേഴ്സ് ആണെങ്കിലും അവർക്ക് ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ആസ് എ കമ്മ്യൂണിറ്റി? എനിക്കൊന്ന് കുറച്ചൊക്കെ ഒരു അവയർനെസ്സിന്റെ ഇഷ്യൂ ഉണ്ട്. അതേപോലെ ചില മിസ്കോൺസെപ്ഷൻസ് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ. അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടാക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്യാനും അതിൻ്റെ മുകളിൽ അവർക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനും പറ്റുമായിരിക്കും. ഇപ്പോൾ നമ്മളെപ്പോഴും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അക്കരപ്പച്ച എന്നുള്ള പോലെ അപ്പുറത്തുള്ള എന്തെങ്കിലും കണ്ടിട്ട് നിൽക്കരുത്. അപ്പം നമ്മളുടെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റീനെ ടാപ്പ് ചെയ്യാൻ എന്നുള്ളത്, അതിപ്പോൾ ഈവൻ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യണമെന്ന് വരില്ല. ഇപ്പോൾ കോളേജിൽ നിന്ന് ഇരിക്കുന്ന സമയത്ത് പല സമയത്ത് ഒരു റെസ്യൂമെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല പ്രൊജക്ട്സും ചെയ്യുക. പക്ഷേ റിയൽ പ്രൊജക്റ്റിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് അത് ചെയ്യുവാണെങ്കിൽ ലേൺ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ എപ്പോഴും റിക്രൂട്ട്മെന്റ് ഇൻ്റർവ്യൂസിലൊക്കെ നോക്കുന്ന ഒരു കാര്യമാണ്, കോളേജിലുള്ള ടൈമിൽ റിയൽ ഇൻട്രസ്റ്റോട് കൂടി ഒരു പ്രൊജക്റ്റ് തന്നെ നമ്മുടെ സിലബസിലുള്ളതല്ല, നമ്മളെ എക്സാമിൽ മാർക്ക് കിട്ടാനുള്ളതല്ലാണ്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുന്നത്. അതൊരു ഫാക്ടറാണല്ലോ. അവർക്ക് സെൽഫ് ഇനീഷ്യേറ്റീവ് ഉണ്ട് എന്നുള്ളതും അവർക്ക് ലേൺ ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ശരിക്കും ചെയ്യുവാണെങ്കിൽ ഭയങ്കര നല്ല ഒരു ഇതായിരിക്കും. അപ്പോൾ ഞാനെപ്പോഴും എൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിലെ കാര്യമാണ് റിലേറ്റ് ചെയ്യുക. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എനിക്ക് ഒരു പോയിന്റിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്കൊന്ന് അന്നൊക്കെ രാവിലെ 5 മണിവരെയൊക്കെ ഇരുന്നിട്ട് കോഡൊക്കെ ചെയ്തിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് കമ്പ്യൂട്ടറൊന്നുമില്ല, എൻ്റെ റൂംമേറ്റിൻ്റെ കമ്പ്യൂട്ടറാണ്. അപ്പോൾ അത് വെച്ചിട്ട് അപ്പോൾ അന്ന് ഞാൻ ചെയ്ത ഇതൊക്കെ എനിക്ക് ഇപ്പോഴും നോക്കുമ്പോൾ ഭയങ്കര പ്രൗഡായിട്ടുള്ള ഇതാണ്. അതൊക്കെയാണ് എന്നെ ഈ ഒരു ലേണിങ്ങിനും. അപ്പോൾ അന്ന് സീനിയേഴ്സൊക്കെ വന്നിട്ട് സിയിൽ ഡൗട്ടൊക്കെ ചെയ്യും. അപ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലും, അല്ലാണ്ട് കോളേജ് കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കേണ്ട കേസില്ല. അതേപോലെ ഒരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും ആൾക്കാർക്ക് പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത്
ഫോക്കസ് ചെയ്തിട്ട് നന്നായിട്ട് പോകണം. അല്ലാണ്ട് നമ്മൾ ട്രെൻഡ് നോക്കിയിട്ട് പോകുമ്പോഴാണ് മോസ്റ്റ്ലി പലപ്പോഴും എന്നോട് ആൾക്കാർ ചോദിക്കുന്നത് ഞാൻ ഏത് ലാംഗ്വേജ് പഠിക്കണം. എനിക്ക് അതെ, എപ്പോഴും നോക്കുന്നത് അവർ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളതാണ്. അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ഏർലി സ്റ്റേജിൽ കിട്ടുന്നുണ്ടാവില്ല. അവർ ഫസ്റ്റ് നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ നമ്മൾ അവൈലബിലിറ്റി, അവർക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസിൽ എന്താണ് വേണ്ടതെന്നുള്ളതാണ്. അത് കിട്ടിയതിന് ശേഷം അവർക്ക് പിന്നെ ലേൺ ചെയ്യാമല്ലോ. ലേൺ ചെയ്ത് ഓൺ ദ ജോബ് അവർ പഠിച്ചിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് വരും. മോസ്റ്റ് ഓഫ് ദ കമ്പനീസിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്കൊരു എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ നാച്ചുറലി ഒരു ഓർഗനൈസേഷനിൽ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസിലോട്ട് അവർ എങ്ങനെയെങ്കിലും അവർക്ക് എത്തിപ്പെടാൻ പറ്റും. അതിനവർ ട്രൈ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാണ്ട് എപ്പോഴും ട്രെൻഡിൻ്റെ മുകളിൽ പോകുക എന്നുള്ളത് അതാണ് നമുക്ക് എപ്പോഴും ഉള്ളൊരു പ്രോബ്ലം. ഐ തിങ്ക് നമ്മളൊരു ലാസ്റ്റ് 1 hour ഒരു ഡീപ്പ് ഡിസ്കഷൻ ആയിരുന്നു. ആൻഡ് അൻവറിന്റെ സ്റ്റോറി മനസ്സിലാക്കി. ആൻഡ് എത്ര ആൾക്കാർക്ക് ഇപ്പോൾ തൊഴിൽ കൊടുക്കുന്നുണ്ട്? നമ്മളിപ്പോൾ ഒരു 100+ ആയിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി ക്രോസ് 1000+ വൺ ഡേ നമ്മളുടെ മേ ബി. അപ്പോൾ അത് ഇവോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ആൾ വെച്ചിട്ട് തന്നെ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് ഓൾസോ ഗുഡ്. നമ്മൾ ഗ്രോ ചെയ്യുന്നത് നമ്മളുടെ ഒരു ഫ്യൂച്ചർ ഇങ്ങനെ ഇവോൾവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടിരിക്കും. ഓക്കെ. അപ്പോൾ ഇതിൽ എനിക്കും കുറേ എഡ്യൂക്കേഷനിലായിരുന്നു ഒരു ഹോൾ ലാസ്റ്റ് 1 hour. ബാക്കിൽ റെക്കോർഡ് ചെയ്യുന്ന ആൾക്കാണെങ്കിലും സൂപ്പർ ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു. അപ്പോൾ എന്തായാലും അൻവറെ നമുക്ക് വീണ്ടും ഒരു പോഡ്കാസ്റ്റ് പ്രതീക്ഷിക്കാം വിത്ത് മോർ എക്സൈറ്റിംഗ് അപ്ഡേറ്റ്സ്. സം ഓഫ് ദ അപ്ഡേറ്റ്സ് നമ്മളോട് ഷെയർ ചെയ്തു, ബട്ട് നോട്ട് റൈറ്റ് നൗ. മേ ബി in future podcast കേൾക്കാവുന്നതാണ്. So I'm very bullish and optimistic about what Anwar and team is working on in Moslor and Cookies. And look for, and thank you again thank you so much. Thank you for being with us for the last 1 hour, and thanks for helping us host this place. Good office. Thanks again.